ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ومولانا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. بسم الله الرحمن الرحيم. فإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق فسيكفيكهم الله وهو السميع العليم. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم. ونحن على ما قال من الشاهدين الشاكرين والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم: لقد تركتكم على ملة البيضاء ليلها كنهارها فإنه لا يزيغ عنها إلا هالك. صدق رسول الله. يا أهل بدر كلكم كونوا لنا شفعاء في تحصيلنا مأمولنا عند الإله الحاكم المرجو لنا. شفعهم الدارين فينا ربنا عجل بفتحهم منك يا رحماننا. بأبي حنيفة والإمام الشافعي وبمالك وبأحمد المتواضعي وبكل مطبوع بدين الشارعي من جاههم عنهم رضاك يا من جاههم عنهم رضاك يا إلهنا. عجل بفضلهم منك يا رحماننا. ആദരണീയരായ ഉസ്താദുമാർ, ശ്രേഷ്ഠരായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട കാരണവന്മാർ, ആദരണീയരായ ഈ മഹൽ സംരംഭത്തിലേക്ക് സത്യദീനിന്റെ മഹിതബോധനം ശ്രവിക്കാനെത്തിയ മാന്യ ശ്രോതാക്കളെ, യജമാനനായ അല്ലാഹു ജനിച്ചു മരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അനുവദിച്ചു തന്ന ആയുഷ്കാലം അല്ലാഹു പൊരുത്തപ്പെടുന്ന മേഖലകളിൽ വിനിയോഗിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജോലികളിലും മറ്റു സംരംഭങ്ങളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ആരൊക്കെയുണ്ടോ
എല്ലാവരെയും അല്ലാഹു മഗ്ഫിറത്ത് കൊണ്ടും ദറജ വർധനവ് കൊണ്ടും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയവും ആദർശവും ആചാരവും അനുഷ്ഠാനവും കർമ്മവും വിശ്വാസവും മറ്റു വിഷയങ്ങളും ചർച്ച ചെയ്യുകയും സംശയ നിവാരണം വരുത്തുകയും ചെയ്യാനുതകുന്ന ഒരു മഹൽ സംരംഭത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. ഇതുപോലെയുള്ള സംരംഭങ്ങൾ സംഘടിപ്പിക്കാനും ഈ മഹത്തായ സദസ്സ് സമൂഹത്തോട് നൽകുന്ന സന്ദേശവും എന്താണ് എന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ വിവരമുള്ളവരാണ് നിങ്ങളും. നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ചിന്തയാണ് ഈ ഭൗതിക ലോകത്തെ ജീവിതം നിർണായകമായ അല്ലാഹു നൽകുന്ന ഒരേ ഒരു അവസരമാണ് എന്ന തിരിച്ചറിവ്. പ്രപഞ്ച സൃഷ്ടികളിൽ ഏകകോശ ജീവിയായ അമീബ മുതൽ കോടാനക്കോടി ജീവജാലങ്ങളിൽ നിന്ന് വ്യതിരക്തതയും വ്യത്യസ്തതയും നൽകി ഉത്കൃഷ്ടരാക്കിയ സമൂഹമാണ് മനുഷ്യർ എന്ന് പറയുന്നത്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യ സമൂഹത്തെ നാം പ്രത്യേകം ഉത്കൃഷ്ടരാക്കിയിരിക്കുന്നു, ആദരണീയരാക്കിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതായി കാണാം. ഈ ആദരവിന് അല്ലാഹു തെരഞ്ഞെടുത്ത മാനദണ്ഡം എന്തായിരുന്നു? സഞ്ചാര വേഗതയോ ശാരീരിക വടിവോ മറ്റു കഴിവുകളോ അതല്ലെങ്കിൽ വലിപ്പമോ വണ്ണമോ അല്ല. ശക്തി കൊണ്ട് ഉത്കൃഷ്ടനാക്കാൻ അല്ലാഹു ഒരു ജീവിയെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ എറുമ്പിനെയായിരുന്നു അല്ലാഹു തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. സ്വശരീരത്തിന്റെ 50 ഇരട്ടി ചുമക്കാനും 200 ഇരട്ടി വലിക്കാനും കഴിയുന്ന ജീവിയാണ് എറുമ്പ് എന്ന് പറയുന്നത്. ആ എറുമ്പിനെ അല്ലാഹു തെരഞ്ഞെടുത്തില്ല. വലിപ്പമാണ് മഹത്വത്തിന്റെ മാനദണ്ഡമെങ്കിൽ കടലിന്റെ അടിയോരങ്ങളിൽ സമുദ്രാന്തർഭാഗത്തിലൂടെ ഊളിയിടുന്ന വലിയ നീലത്തിമീങ്കലം പോലെയുള്ള ജീവികളെയായിരുന്നു തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. അതും ഉണ്ടായില്ല. സഞ്ചാര വേഗതയാണ് മഹത്വത്തിന്റെ മാനദണ്ഡമെങ്കിൽ 1 മണിക്കൂറിൽ 180-ലധികം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പുള്ളിപ്പുലിയെയായിരുന്നു തെരഞ്ഞെടുക്കേണ്ടത്. അതും ഉണ്ടായില്ല. മറിച്ച് ദുർബലനായ മനുഷ്യൻ, ഈ ദുർബലനായ മനുഷ്യന് ചില പവറുകൾ നൽകി, വ്യത്യസ്തതകൾ നൽകി, വ്യതിരക്തതകൾ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചതോ നമ്മുടെ ആരുടെയും തീരുമാനമനുസരിച്ചല്ല. ഇന്നാലിന്ന സ്ഥലത്ത് ഇന്നാലിന്ന സ്ഥാനത്ത് ജനിക്കണം എന്ന തീരുമാനം എനിക്കുണ്ടായപ്പോഴല്ല ഭൂമി ലോകത്തേക്ക് ഞാൻ വന്നത്. മറിച്ച് ഇവിടെ ഇങ്ങനെ ഒരാൾ ജീവിക്കണം എന്ന് ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരവർ മാതാപിതാക്കളുടെ മകനോ മകളായി ജനിക്കണം എന്ന തീരുമാനം യജമാനനായ പടച്ച തമ്പുരാനുണ്ടായപ്പോൾ നമ്മളൊക്കെ ഈ ഭൂമി ലോകത്തേക്ക് വന്നു, ജനിച്ചു. ജനിച്ച സ്ഥിതിക്ക് നമുക്ക് മരിക്കണം. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഏകനായി ഭൗതിക ലോകത്തേക്ക് ജനിച്ചു വീണ നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നൊരു മറുകരയുണ്ട്. ജനനവും മരണവും രണ്ട് നദിയുടെ ഇടയിലുള്ള, രണ്ട് നദിയുടെ അരികിലുള്ള ഇരുകരകളെ പോലെയാണ്. ജനനം എന്ന കരയിൽ നിന്നും മറുകരയായ മരണം എന്ന കരയിലേക്ക് നീന്തിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെ. ഇനി നമ്മുടെ മുമ്പിലുള്ള ദൂരം എത്രയാണ് എന്നത് നമ്മുടെ അടുക്കലല്ല, അധികാരം അല്ലാഹുവിനാണ്. ഈ ഭൗതിക ലോകത്ത് ഇരുകരകൾക്കിടയിലുള്ള ഈ പ്രയാണയാത്രയിൽ
ചില ചിന്തകൾ വേണ്ടതുണ്ട്, ചില ആശയങ്ങൾ വേണ്ടതുണ്ട്, ചില പ്രവർത്തനങ്ങൾ വേണ്ടതുണ്ട്. കാരണം ഈ ജീവിതത്തിന്റെ മറുകരയാകുന്ന മരണം മനുഷ്യരുടെ അവസാനം അല്ല. അന്നാസുനിയാം ഫഇദാ മാതു ഇൻതബഹു. ഇന്ന് നമ്മളൊക്കെ ഉറക്കത്തിലാണ്. മരിക്കുന്നതോട് കൂടെയാണ് കഴിവാർജിക്കുന്നത്, മരിക്കുന്നതോട് കൂടെയാണ് ഉണരുന്നത്. ഇത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന മഹാൻ പറഞ്ഞത്. മരണം നാശമായി അവർ ചിന്തിച്ചിട്ടില്ല. മരണം കേൾക്കാത്തതോ കാണാത്തതോ തിരിച്ചറിയാൻ കഴിയാത്തതോ ആയ ഒന്നായി അവർ മനസ്സിലാക്കിയിട്ടില്ല. മരണം അതൊരു ഉണർവാണ്. ആ ഉണർവിന് ശേഷമുള്ള കാലം പാരത്രിക ലോകമാണ്, ബർസഖിയായ ലോകമാണ്, മഹ്ശറാണ്. എങ്ങനെ അവസാനം എവിടെ എത്തണം? സുബലോക സ്വർഗ്ഗത്തിലെത്തണം. ആ സുബലോക സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ അതിന് ചില ദർശനങ്ങൾ വേണം, ചില ആശയങ്ങൾ വേണം, ചില ആദർശങ്ങൾ വേണം. സുബലോക സ്വർഗത്തിലേക്ക് എത്താൻ നമ്മെ ക്ഷണിച്ചതാരാണ്? യജമാനനായ റബ്ബുൽ ഇസ്സത്താണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ജീവിതത്തിലെ പഞ്ചപ്രയാണ യാത്രകളിലെ പരിസമാപ്തി സുബലോക സ്വർഗത്തിലേക്കാവണമെങ്കിൽ ആ സ്വർഗത്തിലേക്ക് ചുളുവിലൂടെ അങ്ങ് കയറിപ്പറ്റുകയല്ല, മാന്യമായി ക്ഷണിച്ചത് കൊണ്ടാണ് നാം അവിടേക്ക് പോകുന്നത്. സുബലോക സ്വർഗത്തിലേക്ക് ക്ഷണിച്ചതാരാ? വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. ദുരിതമില്ല, ദുരന്തമില്ല, പ്രശ്നമില്ല, പ്രയാസമില്ല, പരീക്ഷണമില്ല, നിരീക്ഷണമില്ല. അങ്ങനെ ഒരു ലോകത്തേക്ക് നമ്മെ ക്ഷണിച്ചത് യജമാനനായ റബ്ബുൽ ഇസ്സത്താണെങ്കിൽ ആ പടച്ച തമ്പുരാന്റെ ക്ഷണം അനുസരിച്ചുകൊണ്ട് അവിടേക്ക് എത്തപ്പെടണം. സ്വർഗം നമുക്ക് കാണിച്ചു തന്ന മഹാനരായ മുത്ത് മുഹമ്മദ് മുസ്തഫ ദല്ലാലുഹൽ മുസ്തഫ വല്ലാഹു ബായിഉഹാ ലിമൻ യുരീദു വജിബ്രീലു യുനാദിഹാ ഖുസൂറുഹാ ദഹബു വൽ മിസ്കു തീനതുഹാ വസ്സഅഫറാനു ഹശീശുൻ നാബിതു ഫീഹാ. ആ സുബലോക സ്വർഗത്തിലേക്ക് ക്ഷണിച്ചത് യജമാനനായ റബ്ബ് തആലയാണെങ്കിൽ ആ സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ചതാരാ? ലോകൈക ഗുരു സയ്യിദുൽ വജൂദ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ ആ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തണം. അതിന് വേണ്ടതെന്താണ്? ശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ സുവലോക സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അതിനൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ സഞ്ചരിച്ചാലേ എത്തുകയുള്ളൂ. പാലക്കാട്ടേക്ക് എത്തണമെങ്കിൽ പാലക്കാട് ഭാഗത്തേക്ക് നാം റോട്ടിലൂടെ യാത്ര ചെയ്യണം. ഒന്നുകിൽ പാലക്കാട് ബോർഡ് വെച്ച ബസ്സിൽ കയറണം, കോഴിക്കോട് ബോർഡ് വെച്ച ബസ്സിൽ കയറി കിഴക്കോട്ട് തിരിഞ്ഞ് റബ്ബേ എന്നെ പാലക്കാട്ടേക്ക് എത്തിക്കണം എന്ന് ദ്വാർക്കുന്നവന് സുഖമില്ലാത്തവനാണ്. അതുകൊണ്ട് നമുക്ക് നേരായ മാർഗത്തിലൂടെ എത്തണോ, അതിൻ്റെതായ സ്ട്രൈറ്റ് വേ, ശരിയായ സത്യപാത വഴി നാം സ്വീകരിക്കേണ്ടത്. വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തുൽ മുസ്തഖീം. അതിൽ എത്താൻ എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പിന്നെയോ ആ യാത്രയിലൂടെ ഒരാൾ സഞ്ചരിക്കുമ്പോൾ, ശരിയായ വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ അതിന് നമുക്ക് ഗൈഡ് ആവശ്യമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരാൾ ഡോക്ടറേറ്റിന് വേണ്ടി പഠനം നടത്തുകയാണെങ്കിൽ ഒരു ഗൈഡിനെ ഉപയോഗപ്പെടും. ഒരു ഉംറയ്ക്ക് നാം പോവുകയാണെങ്കിൽ അമീറുമാർ ആരാണെന്ന് അന്വേഷിക്കും. ഒരു ഹജ്ജിന് നാം യാത്ര തിരിക്കുകയാണെങ്കിൽ പരിചയസമ്പന്നരായ നേതൃത്വമുണ്ടോ എന്ന് ആലോചിക്കും. അതുപോലെ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഒരു നിശ്ചിത ലക്ഷ്യത്തിലേക്ക് പ്രയാണം നടത്തണോ,
ആ പ്രയാണം നടത്തണമെങ്കിൽ അതിന് ഗൈഡ് ആവശ്യമാണ്. സത്യപാതയിലൂടെ സഞ്ചരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കണം. നേരായ മാർഗമാണ് എന്ന് പറഞ്ഞ് പല ടൈറ്റലുകളും കാണാം, പല ആദർശങ്ങളും കാണാം, പല ആശയങ്ങളും കാണാം. നിങ്ങൾ ആലോചിക്കുക, നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കേരളക്കരയെ സംബന്ധിച്ചിടത്തോളം ഈ അവകാശവാദവുമായി ഉന്നയിക്കുന്ന 300-ലധികം കക്ഷികളുള്ള നാടാണ് നമ്മുടെ കേരളക്കര. എങ്കിൽ നേരായ മാർഗത്തെ എങ്ങനെ തിരിച്ചറിയും? നിഷ്പക്ഷമായി പ്രിയപ്പെട്ടവരെ, എന്റെ പ്രഭാഷണം വിലയിരുത്തണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുപോലെ നാളെയും മറ്റന്നാളുമൊക്കെയുള്ള പ്രഭാഷണങ്ങൾ, അതുപോലെ ഉസ്താദ് അവറുകളുടെ വിലയിരുത്തലുകൾ, അതുപോലെ ഉസ്താദ് അവറുകളുടെ ഗ്രന്ഥങ്ങൾ, അങ്ങനെ നമ്മുടെ മുമ്പിലുള്ള സ്റ്റേജുകളും പേജുകളും നിഷ്പക്ഷമായി വിലയിരുത്തുന്ന പക്ഷം എന്റെ പ്രിയപ്പെട്ടവരെ, ശരിയായ ആശയം ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ നിലപാട്, അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ചിന്തകൾ, ആ മേഖലയിലൂടെയായിരിക്കണം നമ്മുടെ പ്രവർത്തന പ്രയാണ യാത്രകൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് നേരായ മാർഗം ഏതാണ്? ഇന്ന് പല ആളുകളും അതിനു വേണ്ടി ദുആ ചെയ്യുന്നവരാണ്. നിസ്കരിക്കുന്ന സമയത്ത് വൈവിധ്യ കക്ഷികൾ, വ്യത്യസ്ത വിഭാഗങ്ങൾ എല്ലാവരും പടച്ചവനെ നേരായ മാർഗത്തിലൂടെ നയിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട്? ഒരു സുന്നിക്കും നരകത്തിൽ കിടക്കണം എന്ന ആഗ്രഹം ഉണ്ടാവില്ല. ഒരു മുജാഹിദിനും നരകത്തിൽ കിടക്കണം എന്ന ആഗ്രഹം ഉണ്ടാവാൻ പാടില്ല എന്ന് അവർ പറയുന്നവരാണ്. ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരും പരാജയപ്പെടണം എന്ന് ചിന്തിക്കും എന്ന് തോന്നുന്നില്ല എന്നാണ് അവര് തന്നെ പറയാറുള്ളത്. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിജയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. വിജയിക്കാൻ എന്ത് ചെയ്യും? ഒരു കാലത്ത് കപ്പലിൽ യാത്ര ചെയ്യുന്ന യാത്രികരെ നയിക്കുന്ന ക്യാപ്റ്റന്മാർക്ക് ദിശാബോധം നൽകാൻ ഇന്നത്തെ പോലെ GPS സംവിധാനമോ റഡാറുകളോ ഡയറക്ഷനോ ഇല്ലാത്ത കാലഘട്ടത്തിൽ അന്ന് ഉപയോഗപ്പെടുത്തിയിരുന്നത് വാനലോകത്തെ നക്ഷത്രങ്ങളാണെങ്കിൽ, ദിശയറിയാതെ ഭൗതിക ലോകത്ത് ഉഴലുന്ന അസത്യവിശ്വാസികൾക്ക് ശരിയായ മാർഗം മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് മാർഗമായി പഠിപ്പിച്ചവരാണ് മഹാന്മാരായ സഹാബത്തെ കിറാം. ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി, അവര് വിശ്വസിച്ചതുപോലെ, അവര് കാണിച്ചു തന്നതുപോലെ, അവരുടെ സംസ്കാരം പോലെ, അവരുടെ ആദർശം പോലെ ഇവരുടെ ജീവിതത്തിലും ആദർശത്തെ പറ്റി ചിന്തിക്കുന്നുണ്ടോ, അനുവർത്തിക്കുന്നുണ്ടോ, അനുഷ്ഠിക്കുന്നുണ്ടോ, വിശ്വസിക്കുന്നുണ്ടോ? ഫഖദ് ഇഹ്തദൂ, അവർക്കുണ്ട് ഹിദായത്ത്. അതുകൊണ്ട് ഹിദായത്ത് കിട്ടണോ? സഹാബത്ത് എങ്ങനെ നബി തങ്ങളെ മനസ്സിലാക്കി, സഹാബത്ത് എങ്ങനെ ഖുർആൻ മനസ്സിലാക്കി, സഹാബത്ത് എങ്ങനെ ആശയം മനസ്സിലാക്കി, ആ നിലക്ക് ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ സഹാബത്തെ കിറാമിന്റെ സംസ്കാരം വെച്ച് പുലർത്തിയിരുന്നുവെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടാവൂല, ഇവിടെ വിഷയങ്ങൾ ഉണ്ടാവൂല. അതുകൊണ്ട് സഹാബത്തിന്റെ ആശയത്തെ കുറിച്ച് പഠിക്കണം. പഠനത്തിന്റെ കുറവാണ് ഇന്ന് എപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം. പഠിച്ചാൽ മാറാവുന്നേയുള്ളൂ, പഠനം നടത്തിയാൽ മാറ്റം വരും. അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പല നിലക്കുള്ള മാറ്റം വരും. ഒരു മുജാഹിദ് പ്രഭാഷകൻ പറയുന്നത് നോക്കൂ, നിങ്ങൾ വിശദീകരിക്കുന്നത് കാണാം, പഠിച്ചാൽ മാറ്റം വരും. സുഹൃത്തുക്കളെ, നമ്മൾ ശരിയാണെന്ന് ധരിച്ച പല കാര്യങ്ങളും നമ്മൾ വിഷയങ്ങൾ പഠിക്കുമ്പോൾ തെറ്റാണെന്ന് ബോധ്യാവും. നമ്മൾ തെറ്റാണെന്ന് ധരിച്ച പല കാര്യങ്ങളും ശരിയാണെന്ന് ബോധ്യാകും. അപ്പൊ അത് തിരുത്തണം. നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുജാഹിദ് പ്രവർത്തകരുണ്ടെങ്കിൽ അവരോടാണ് പ്രധാനമായും പറയാനുള്ളത്. സംശയ നിവാരണത്തിന് തുറന്ന അവസരം. തുറന്ന അവസരം എന്ന് പറഞ്ഞാൽ തുറന്ന അവസരം തന്നെയാണ്. മുന്നിലോട്ട് ഇങ്ങോട്ട് വന്നാൽ അവർക്ക് ചെയറുകൾ ഇവിടെ മാന്യമായി ചോദിക്കാം, മാന്യമായി മറുപടി പറയുകയും ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമ്മെ സംബന്ധിച്ചിടത്തോളം
ആ വിഷയത്തിൽ യാതൊരു വിഷയവും ഇല്ല. അതുകൊണ്ട് മാന്യമായി പഠിക്കണം എന്ന ചിന്തയോട് കൂടെ പറയാം. ഞാൻ പറയുന്ന വിഷയത്തിൽ ആർക്കെങ്കിലും വല്ല അഭിപ്രായവും പറയാനുണ്ടെങ്കിൽ, മുസ്ലിയാരെ നിങ്ങൾ പറഞ്ഞ തെളിവ് തെളിവല്ല എന്ന് പ്രകടിപ്പിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആശയത്തിന് വിരുദ്ധമായ പ്രമാണം ഇങ്ങനെയുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വാഗതമാണ്. റേഡിയോ തരീഖത്ത് സുന്നികളുടെ പ്രസംഗത്തിനുണ്ടാവൂല, റേഡിയോ തരീഖത്ത് ഉണ്ടാവൂല. എന്തേ കാരണം? നമ്മുടെ ആശയം സുവ്യക്തമാണ്. വളരെ നിഷ്കളങ്കമായ ആദർശത്തിന്റെ മേലിലാണ്, കലർപ്പില്ലാത്ത ആശയത്തിന്റെ മേലിലാണ് നിങ്ങളെ ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ആശയം സുവ്യക്തമാണ്, നമ്മുടെ ആശയം സത്യമാണ്, അത് പ്രമാണബദ്ധമാണ്. അതുകൊണ്ട് ആർക്കും സംശയ നിവാരണം വരുത്താം. പക്ഷേ ഈ ഒരു അവസരം റബ്ബാണ് സത്യം, വിദഈ കക്ഷികളിൽ കാണില്ല, വിദഅത്തുകാർക്കത് കാണില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദഅത്തുകാരുടെ നേതാവ് പരിസരത്തുണ്ടെങ്കിൽ അവര് നേരിട്ട് തന്നെ വന്നാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഒരു തലപ്പാവ് കാണുമ്പോഴേക്ക് പ്രസംഗം ബബ്ബയാകുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആർക്കും ചോദിക്കാം, വിഷയങ്ങൾ നിവാരണം വരുത്താം. സത്യം ഏതൊന്ന് മനസ്സിലാക്കണം, പഠിക്കണം. പഠിച്ചാൽ യാതൊരു പ്രശ്നവുമില്ല. ഇന്നുള്ള പ്രശ്നം എന്താണ്? പുതിയതൊന്നും പഠിക്കാത്ത പ്രശ്നം, പുതിയ വിഷയങ്ങളൊന്നും പഠിക്കുന്നില്ല. അതാണ് അദ്ദേഹം തന്നെ പറയുന്നത്. നോക്കൂ, അയാൾ വിശദീകരിക്കുന്നുണ്ട്, പഠനത്തിന്റെ പ്രശ്നമാണ് ഇന്ന് അനുഭവിച്ച ആളുകളുണ്ട്. അവര് പണ്ട് പഠിച്ച ഒന്നും മറക്കൂല, കുറെ പോയത്തുണ്ടാവും, പുതിയതൊന്നും പഠിക്കൂല. പഠിക്കൂല എന്ന് മാത്രമല്ല, ആരെങ്കിലും ഒരാൾ വല്ല കിതാബും വായിച്ച് വല്ലതും കണ്ടെത്തിയാൽ ഇതിപ്പോ ഇവിടുന്ന് ഒരു പുതിയ ഹദീസ് വന്നെന്ന് അങ്ങനെയാ ചോദ്യം. ഇടപെടുന്ന ഭാഗത്ത് പറഞ്ഞ അലൈമൗലിന്റെ കുത്തുബ 25 കൊല്ലം കേട്ടനാ, മൂപ്പര് ഹദീസ് പറഞ്ഞില്ലല്ലോ, അങ്ങനെയാ പറയാ. പിന്നെ ഞാൻ ഐക്യസംഘത്തിന്റെ നാട്ടിൽ വളർന്ന ഒരുപാട് പണ്ഡിതന്മാരുടെ പ്രസംഗം കേട്ട ആളാണ്, അവരൊന്നും ഈ ഹദീസ് പറഞ്ഞിട്ടില്ലല്ലോ. കൊടുങ്ങല്ലൂർ ഭാഗത്ത് പറഞ്ഞ, തിരൂര് പറഞ്ഞ വെട്ടമത്തുള്ളാജിന്റെ വയല് കേട്ട ആളാണ്, മൂപ്പരിത് പറഞ്ഞിട്ടില്ലല്ലോ. കടവത്തൂർ പറഞ്ഞ കടവത്തൂര് അവിടെ ഉണ്ട് എടപ്പാറ കുഞ്ഞമ്മദ് മൗലവി, മൂപ്പര് പറഞ്ഞിട്ടില്ലല്ലോ. എടത്തനാട്ടുകര ഭാഗത്ത് പറഞ്ഞ പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവി പറഞ്ഞിട്ടില്ലല്ലോ. ഓരോ സ്ഥലത്ത് ഓരോ മദ്ഹബ. അതെ, ഇന്നുള്ള പ്രശ്നത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഓരോ ആളുകൾക്ക് ഓരോ ദീന. അതിന്റെ കാരണം പഠനത്തിന്റെ കുറവാണ്. പഠിക്കും തോറും തഖ്വ വർദ്ധിക്കും, പഠിക്കും തോറും മാറ്റം വരും. അതിന് പഠിക്കാൻ മാതൃകയാക്കേണ്ടത് ശുദ്ധ ഖുർആൻ നമുക്ക് മാതൃകയാക്കാൻ നിർദ്ദേശിച്ച മഹാന്മാരായ സ്വഹാബത്ത്. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان. സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ പൊരുത്തപ്പെട്ടിട്ടുണ്ട്, അവർ അല്ലാഹുവേയും പൊരുത്തപ്പെട്ടു എന്നതാണ്. എന്തേ സഹാബത്തിനെ പൊരുത്തപ്പെടാൻ കാരണം? സഹാബത്തെ കിറാമിന്റെ പ്രവർത്തനം അല്ലാഹു പൊരുത്തപ്പെട്ടത് കൊണ്ടാണ്. ഇനി നിങ്ങൾ നോക്കുക, ചില ഉദാഹരണങ്ങൾ തിരിയാൻ വേണ്ടി പറയട്ടെ. സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം, സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഏതേതെങ്കിലും വിഷയങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ അല്ലാഹുവോട് സഹായം ചോദിക്കുന്നതോടൊപ്പം മഹാന്മാരോട് റെക്കമെൻഡിന് വേണ്ടി ഇസ്തിഗാസ നടത്താറുണ്ട്. ഇന്ന് ഞാൻ പ്രഭാഷണം തുടങ്ങിയപ്പോ യാ അഖില ബദീരിൻ കുല്ലുക്കും കൂനൂ ലനാ ശുഫാഅ ഫീ തഹ്സിലിനാ മഅ്മൂലനാ. ബദരീങ്ങളെ വിളിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ഇനി എന്റെ പ്രിയപ്പെട്ടവരെ, ബദരീങ്ങളെ വിളിക്കാൻ പറ്റുമോ ഇല്ലയോ ഒരു ചർച്ചയാണ്. ഒരു വിഭാഗം പറഞ്ഞു പറ്റൂല, വേറൊരു വിഭാഗം പറഞ്ഞു പറ്റും. പറ്റും എന്ന് പറയുന്നവരാണ് സുന്നികൾ, പറ്റൂല എന്ന് പറയുന്നവരാണ് നോൺ സുന്നികൾ. ആരുടെ പക്കലാണ് തെളിവ്? നിങ്ങൾ ശരിയായ ആശയം വിശ്വസിക്കാൻ സഹാബത്തിനെ മുറുകെ പിടിക്കൂ എന്ന് പറയുന്നവരായ മഹാന്മാരായ സഹാബത്തെ കിറാം
ആ സഹാബത്തെ കിറാം ബദരീങ്ങളെ വിളിച്ചിരുന്നു എന്നതാണ്. ബദറിൽ ഷഹീദായ ബദരീങ്ങളെ വിളിച്ചത് ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? എന്റെ കയ്യിലുള്ളത് സഹീഹുൽ ബുഖാരിയാണ്. ഈ സഹീഹുൽ ബുഖാരിയിൽ 3 സ്ഥലങ്ങളിലുണ്ട് മഹാന്മാരായ ബദരീങ്ങൾ, ഷഹീദായ ശുഹദാക്കളായ ബദരീങ്ങൾ. ആ ബദരീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ വിളിക്കുകയും അവരുടെ ഉത്തമ വിശേഷണങ്ങൾ വർണ്ണിക്കുകയും അത് നബി തങ്ങളുടെ സാന്നിധ്യത്തിലാവുകയും അതുപോലെ നബി തങ്ങൾ അത് അംഗീകരിക്കുകയും ചെയ്തത് ഖുർആൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രമാണമായ സഹീഹുൽ ബുഖാരിയിലില്ലേ? മറിക്കാം, വരാം, നോക്കാം, ചോദിക്കാം, ആധികാരികമായിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പുതിയതൊന്നും പഠിക്കൂല എന്നുള്ളതെന്ന് മാറ്റിയിട്ട് കുറെ പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ബുഖാരിയിലുണ്ടോ? ഉണ്ടോ? നോക്കാലോ. സഹീഹുൽ ബുഖാരിയാണ് എന്റെ കയ്യിലുള്ളത്. ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. സുന്നികളെ വിമർശിക്കുന്ന ഒരു വിഷയം, ആ വിഷയമാണ് വെള്ളിയാഴ്ച 2 വാങ്ക് സുന്നികളുടെ പള്ളിയിലുണ്ട്. സുന്നികളുടെ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമുഅക്ക് 2 വാങ്ക്. മക്കയിലും മദീനയിലും വെള്ളിയാഴ്ചകളിൽ 2 വാങ്ക്. നിങ്ങളുടെ സംസ്കാരത്തിന് നിങ്ങൾ മാതൃകയാക്കേണ്ട സഹാബത്ത്, ആ സഹാബത്തിൽ ഇതിൽ മാതൃകയുണ്ടോ? ഉണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച 2 വാങ്ക് വിളിച്ചത് എവിടെയാണ്? സഹീഹുൽ ബുഖാരിയിൽ. സഹീഹുൽ ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ ഖുലഫാഉർ റാഷിദുകളെ മുറുകെ പിടിക്കണേ. ഞങ്ങൾ പിടിച്ചു. ചോദിക്കട്ടെ മുജാഹിദുകളെ, നിങ്ങൾ പിടിച്ചോ? ഇല്ല. എന്തേ? ഗൈഡായി സഹാബത്തിനെ കണ്ടില്ല. ഖുർആൻ അങ്ങനെ കാണാൻ പറഞ്ഞു, പക്ഷേ ഇവര് കണ്ടില്ല. ഇവര് പറഞ്ഞു, കേരളത്തിലെ മുസ്ലിയാക്കൾ ദീനിൽ തെളിവല്ലാത്തതുപോലെ സഹാബത്തും ദീനിൽ തെളിവല്ല. ജുമുഅ ഖുതുബ മദ്ഹബുകളിൽ പേജ് നമ്പർ 84-ൽ MT അബ്ദുറഹ്മാൻ മൗലവി വാഴക്കാട്. നിഷ്പക്ഷമതികളായ ആളുകളോട് ചോദിക്കട്ടെ, ആരുടെ അടുക്കലാണ് ഹഖ്? നമ്മുടെ പള്ളി തിരിച്ചു വെച്ച ഖിബില ഡയറക്ഷൻ വിശുദ്ധ കഅബാലയം. ആ കഅബാലയത്തിൽ വെള്ളിയാഴ്ച 2 വാങ്ക്. മസ്ജിദുൻ നബവിയിൽ വെള്ളിയാഴ്ച 2 വാങ്ക്. സഹീഹുൽ ബുഖാരിയിൽ വെള്ളിയാഴ്ച 2 വാങ്ക്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കിതാബുൽ ജുമുഅ എന്ന അധ്യായത്തിൽ വെള്ളിയാഴ്ച 2 വാങ്കുള്ള വിഷയം ഉദ്ധരിച്ചു. പറയൂ, നിഷ്പക്ഷമായി ചിന്തിക്കൂ. നെഞ്ചിൽ കിടക്കുമ്പോ കൈവച്ചു, നിസ്കരിക്കുമ്പോ വെക്കാനുള്ളതല്ല, അത് നെഞ്ചിന്റെ താഴെ വെക്കേണ്ടത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ബോധ്യപ്പെടും, പഠനം നടത്തുക, പുതിയതൊന്നും പഠിക്കൂല എന്നുള്ളതിന് മാറ്റം വരിക. എക്സാമ്പിൾ 2. സുന്നികളും നോൺ സുന്നികളും തമ്മിലൊരു തർക്കം. എന്താണ് തർക്കം? മരണപ്പെട്ടവർ കേൾക്കുമോ ഇല്ലയോ എന്ന്. ഞാൻ ചില ഉദാഹരണം പറയാം, വിഷയത്തിലേക്ക് വരെ ആമുഖമായി ചിലത് പറയാം. മരണപ്പെട്ടവർ കേൾക്കുമോ ഇല്ലയോ? സുന്നികൾ പറയും മരണപ്പെട്ടവർക്ക് ബോധ്യമുണ്ട്, അറിയാനുള്ള പവർ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. ബേജാറാവണ്ട, വിഷമിക്കണ്ട എന്ന് മലക്കുകൾ പറയുമ്പോൾ കേൾക്കും. മരണപ്പെട്ടവർക്ക് കേൾവിയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മഹാന്മാരായ സഹാബത്തെ കിറാമിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നത് എന്താണ്? ഇന്നൽ മയ്യിത ലയസ്മഉ ഖർഅനി ആലിഹിം ഖാല റസൂലുള്ളാഹി. മരണപ്പെട്ടവർക്ക് കേൾവി ശക്തി ഉണ്ടാകും എന്നത് ഉദ്ധരിക്കുന്നതാരാണ്? സഹീഹുൽ ബുഖാരി. ഞാൻ ഇന്ന് ബുഖാരി പറയും. ബുഖാരിയുടെ 7000 ചില്ലാനും 7500 ചില്ലാനും ഹദീസുള്ള സമാഹാരം കൊണ്ടാവുന്നു. ഈ ബുഖാരിയിലുള്ളതാണ് മരണപ്പെട്ടവർ കേൾക്കുമെന്ന്. നിഷ്പക്ഷമായി ചിന്തിക്കൂ, ആരുടെ പക്ഷത്ത് നിൽക്കണം? നെഞ്ചുറപ്പുണ്ടോ ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ? ഉണ്ടെങ്കിൽ സത്യത്തിലേക്ക് വരിക, വിഷയം പഠിച്ചാൽ വിഷയം. ഇനി നിങ്ങൾ ആലോചിക്കുക, സുന്നികളെ അഭിപ്രായ വ്യത്യാസത്തിലാക്കുകയും
സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ വഴികേടിലാണെന്ന് ചിത്രീകരിക്കാൻ നോൺ സുന്നികൾ ഉദ്ധരിക്കും, മരണപ്പെട്ടവരുടെ വീട്ടിൽ അന്നദാനം നടത്താൻ പാടില്ല. ആരുടെ പക്ഷത്താണ് നേരെ? എന്റെ കയ്യിലുള്ളത് സഹീഹുൽ ബുഖാരിയ, കിതാബുൽ അദ്ഇമ എന്ന അധ്യായം എടുത്തു നോക്കുക. അന്ന ആയിഷ റളിയല്ലാഹു അൻഹ അന്നഹാ ഖാലത്ത് ഇദാ മാതത് മയ്യിത്തുൻ മിൻ അഹ്ലിഹാ ഇജ്തമഅന ലിദാലിക النിസാ ثم تفرقنا ഇല്ലാ അഖ്ലുഹാ വഖാസതുഹാ ഹത്താ അമറത് ബിബുർമത്തിൻ മിൻ തൽബീന ثم സുനി അസരി. പത്തിരി ഉണ്ടാക്കും, പായസം ഉണ്ടാക്കും, ആ വീട്ടിൽ തന്നെ ഉണ്ടാക്കും, എന്നിട്ട് വിതരണം ചെയ്യും. ഉള്ളതെവിടെയാണ്? സഹീഹുൽ ബുഖാരി. പറഞ്ഞതാരാണ്? ആയിഷ ബീവിയാണ്. ഖുർആൻ പറഞ്ഞതോ ഓല നിലപാടെടുക്കാനാണ്, ഇവര് പറഞ്ഞതോ അത് എടുക്കരുത് എന്നാണ്. നിഷ്പക്ഷമതികളെ, നമ്മൾ എവിടേക്ക് പോകും? നമ്മുടേത് സ്വീകരിക്കും, ഇതല്ലേ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് പഠനം നടത്തിയേ തീരൂ. 4. ഒരു വിഭാഗം പറയുന്നു നോമ്പിന്റെ സമയം ആരംഭിക്കുന്നത് സൂര്യോദയം മുതലാണ്. അതിനിവർ പറയും, നിങ്ങൾ ആരെങ്കിലും അത്താഴം കഴിച്ചുകൊണ്ടിരിക്കെ വാങ്കി വിളിച്ചാൽ പാത്രം താഴെ വെക്കേണ്ടതില്ല, അവരവരുടെ ആവശ്യം കഴിഞ്ഞ് വെച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ നുള്ളി തിന്നാണെങ്കിൽ ഉച്ചവരെ നുള്ളി തിന്ന. ആരുടെ പക്ഷത്താണ് ഈ വിഷയത്തിൽ നേരുള്ളത്? ബിലാൽ റളിയല്ലാഹു അൻഹു തഹജ്ജുദിന് വേണ്ടി എണീറ്റ് വാങ്കി വിളിക്കുമ്പോൾ കാരണത്താൽ ആ വാങ്കി കേട്ടാൽ നിങ്ങൾ നിർത്തേണ്ടതില്ല എന്നും ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാൻ വാങ്കി വിളിച്ചാൽ നിർത്തണം എന്നും സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ചു. അബൂദാവൂദ് തങ്ങൾ അതിന്റെ ആദ്യ ഭാഗം ഉദ്ധരിച്ചു. ആ വിഷയത്തിൽ ആരുടെ പക്ഷത്താണ് നേര്? മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, ഫജ്ർ സാദിഖ് വെളിവായത് മുതൽ നോമ്പ് ആരംഭിക്കും. പറയൂ കൂട്ടരെ, ആരാണ് നേരിന്റെ വിഷയം? ആരാണ് നേരിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നത്? പഠിക്കാനുള്ളതോട്ട് പഠിക്കൂല, പുതിയതൊന്നോട്ട് എത്തൂല, പണ്ടത്തതോട്ട് മറക്കൂല. മാറ്റം വരണം, മാറണം. അതിനുവേണ്ടിയാണ് ഇതുപോലെയുള്ള സംരംഭങ്ങൾ സംഘടിപ്പിക്കാൻ കാരണം. ഇനിയോ ഇങ്ങനെ എടുത്താൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് സഹാബത്തെ കിറാമിനെ പിൻപറ്റുക, സഹാബത്തെ കിറാമിന്റെ ആശയം സ്വീകരിക്കുക. 5. ഇനി എടുത്തോ ഉറുക്ക് കെട്ടുക എന്ന ഏർപ്പാട് ശരിയാണോ? അല്ലേ? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മക്കൾക്ക് ഉറുക്ക് കെട്ടിക്കൊടുക്കാറുണ്ട്. മുജാഹിദുകളോട് ചോദിച്ചു ഉറുക്ക് കെട്ടുന്നതിനെ കുറിച്ച്, അവര് പറയും അത് ശിർക്കാണ് എന്ന്. എന്തേ കാരണം? അവർക്ക് സഹാബത്ത് തെളിവല്ല, ഉമർ മൗലവിയാണ് തെളിവ്. അതുകൊണ്ട് നമുക്ക് നിഷ്പക്ഷമതികളോട് പറയാനുള്ളത്, ഈ വിഷയത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എന്താണ് ഉദ്ധരിച്ചത്? എടുക്കണ്ടേ? ഇബ്നു അബ്ദുൽ വഹാബിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായി പറഞ്ഞത് മന്ത്രതന്ത്രങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്നു എന്നതാണ്. എന്നാൽ മഹാന്മാരായ സഹാബത്തെ കിറാം, അവരെ സംബന്ധിച്ചിടത്തോളം അവര് മന്ത്രിച്ചൂതിയിരുന്നവരാണ്, അതിന്റെ പേരിൽ കൂലി വാങ്ങിച്ചിരുന്നവരാണ്. ബഹുമാനപ്പെട്ട മഹാന്മാരായ സഹാബത്തിന്റെ ചരിത്രം സഹീഹുൽ ബുഖാരിയിൽ കിതാബ് ശുറൂത്ത് എന്ന അധ്യായത്തിൽ മന്ത്രിച്ചോതി പ്രതിഫലവും വാങ്ങിയത് ഇമാം ബുഖാരി ബാബു അഖ്ദിൽ ഉജ്റതി അലർ റുഖാ എന്ന ടൈറ്റിലിൽ മറ്റു മുഹദ്ദിസുകളും രേഖപ്പെടുത്തിയ വിഷയമാണ്. പറയൂ, ആരുടെ പക്കലാണ് നേര്? ആരുടെ പക്കലാണ് നേര്? പഠിക്കണം വിഷയങ്ങൾ, അതിന്റെ കുറവാണ്. ഇനിയോ തവസ്സുലിന്റെ വിഷയം എടുത്തു നോക്കിയാൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് തവസ്സുലാക്കിയത് സഹീഹുൽ ബുഖാരിയിൽ 1010 നമ്പർ ഹദീസിലുണ്ട്. ഇതിന്റെ പേരിൽ എന്തിന് വിമർശിക്കണം? ഇങ്ങനെ എടുത്തു നോക്കിയാൽ മഹാന്മാരായ സഹാബത്തെ കിറാം, ആ സഹാബത്തെ കിറാമിന്റെ ചര്യ, ആ സഹാബത്തെ കിറാമിന്റെ നടപടി,
അതല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ നിലനിർത്തി പോരുന്നത്. ഇനിയോ മഹാന്മാരുടെ ഖബർ സിയാറത്ത്, ആ ഖബർ സിയാറത്ത് നിർവഹിക്കുന്നത് എന്തിനാണ്? ഒന്ന് ആഖിറം ചിന്തിക്കാനാണ്, രണ്ട് അവർക്ക് വേണ്ടി ദുആ ഇരക്കാനാണ്, മൂന്നാമത് ആഗ്രഹ സഫലീകരണത്തിനാണ്. ഈ മൂന്ന് വിഷയങ്ങളിലും സഹാബത്തിൽ മാതൃകയുണ്ട്. ഒരുപാട് സംഭവങ്ങളുണ്ട്. മഖ്ബറകൾക്ക് മഹത്വം കൽപ്പിക്കണം സുന്നികൾ, മഖ്ബറകൾക്ക് മഹത്വം കൽപ്പിക്കരുത് നോൺ സുന്നികൾ. ആരുടെ പക്കലാണ് നേരെ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബാബു മൻ അഹബ്ബ അൻ യുദ്ഫന ഫീ അർളിൻ മുഖദ്ദസ, പരിശുദ്ധമായ മേഖലയിൽ ദഫൻ ചെയ്യപ്പെടാൻ ആഗ്രഹിച്ചവർ എന്ന് പറഞ്ഞ് മഹാന്മാരുടെ മഖ്ബറകൾ മഹത്വമുള്ളതാണ് എന്ന് വിശദീകരിക്കുന്നു. ഈ നിലക്കാണ് മഹാന്മാരായ സ്വഹാബത്തിന്റെ നിലപാട്. അതുകൊണ്ട് പഠിക്കണം, ഉൾക്കൊള്ളണം. ഇന്ന് തൗഹീദിന്റെ പേരിൽ ആകെ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. 9ാമത്തെ വിഷയം. 10ാമത്തെ ഒരു കാര്യം കൂടെ എടുക്കുക. വെള്ളിയാഴ്ച ഖതീബ് ഖുത്ബ ഓതുന്ന സമയത്ത് കോടതി പള്ളിയിലെ ഖതീബാണെങ്കിലും പള്ളിക്കുന്ന് പള്ളിയിലെ ഖതീബാണെങ്കിലും സുന്നികളുടെ ആളുകളുടെ പള്ളി ഖതീബിന്റെ കയ്യിൽ ഒരു വടി ഉണ്ടാവാം. ഇവരുടെ കയ്യിലോ വടിയില്ല, മരം വെട്ടാൻ പോകുന്ന പോലെയാണ് കുത്തുപോതാനും പോവുക. അങ്ങനെയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ സഹാബത്തിന്റെ നിലപാട് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർ ഉണ്ടാക്കിയതിന് ശേഷവും വടി പിടിച്ചത് സഹീഹ് മുസ്ലിമിൽ കിതാബുൽ ഫിത്തൻ എന്ന അധ്യായത്തിലുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെയും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെയും കാലഘട്ടത്തിൽ ജീവിച്ച വലിയൊരു മഹാനാണ് അൽ ഹാഫിദ് അബൂ അംർ ഇബ്നു ശബ്ബ അൻ-നുമൈരി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ഒരു സംഭവം ഉദ്ധരിക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവസാനം ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വിപ്ലവകാരികളായ ആളുകൾ താഴെ ഇറക്കി. ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. ആ വടി ഏതായിരുന്നു? മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിടിച്ചിരുന്ന വടി. അല്ലതി ഇതമദ അലൈഹാ അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകദാ അബൂബക്കർ വ ഉമർ റളിയല്ലാഹു അൻഹും. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പിടിച്ചിരുന്ന വടി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിടിച്ചിരുന്ന വടി. ആ വടിയാണ് ഖുത്ബ ഓതുന്ന നേരത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിടിച്ചത് എന്ന് പറയുമ്പോൾ രണ്ട് വിഷയമാണ്. ഖതീബിനെ പിരിച്ചുവിട്ടാലും പള്ളിക്കത്തെ വടിനെ പിരിച്ചുവിടലില്ല. ആ വടിയാണ് വിപ്ലവകാരികൾ പൊട്ടിച്ചത്. അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അത് ഏച്ചുകൂട്ടിയിട്ട് ഖുത്ബക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി. പറയൂ, സഹിഹായ സനദടക്കം ഇതിലില്ലേ? എന്തിനാണ് ആ സുന്നത്ത് മുട്ടിച്ചത്? എന്തുകൊണ്ട്? പഠിച്ചില്ല, പഠനം നടത്തിയില്ല, ഗൈഡായി ഇമാമിങ്ങളെ കണ്ടില്ല, സ്വാലിഹീങ്ങളെ കണ്ടില്ല. ഇങ്ങനൊക്കെ ബുഖാരിയിലില്ലേ എന്ന് പറഞ്ഞാല് ബുഖാരി പാരാ തെളിവ്, ബുഖാരിയിലെ ഹദീസും തെളിവൊന്നല്ല, അതും ലഈഫ് തന്നെ എന്ന് വരെ ഇവരെ മൗലവിമാര് പറയാൻ തുടങ്ങി. ഞാൻ വെറുതെ പറയല്ല. ഒരു മൗലവി ബുഖാരിയിൽ ഒരു ഹദീസ് എടുത്തിട്ട് ബുഖാരി ഇമാമിനെ കുറിച്ച് പറയുന്നത് നോക്കൂ നിങ്ങൾ. അദ്ദേഹം വിശദീകരിക്കട്ടെ. ഈ അന്ധവിശ്വാസ സമൂഹത്തിൽ കൊണ്ടുപോവുക. നബിക്ക് സീർ പൊലിച്ചോ? ബുഖാരിയിൽ ഹദീസില്ലേ, മുസ്ലിമിൽ ഹദീസില്ലേ എന്നാ ചോദ്യം. ഹദീസ് ഉണ്ട്, പക്ഷെ ആ ഹദീസ് സ്വീകാര്യ യോഗ്യമല്ല. ആ ഹദീസ് സ്വീകാര്യ യോഗ്യമല്ല. അപ്പൊ സഹീഹുൽ ബുഖാരിയിൽ ഹദീസ് ഇല്ലേ? മുസ്ലിമിൽ ഇല്ലേ? ഉണ്ട്, പക്ഷേ ആ ഹദീസ് സ്വീകാര്യ യോഗ്യമല്ല എന്നാ പറഞ്ഞത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹുൽ ബുഖാരി ഖുർആൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രമാണമാണ് സഹീഹുൽ ബുഖാരി എന്ന് പറയുന്നത്. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹ് ഖുർആൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രമാണമാണ്. ആ പ്രമാണമായ സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ് തെളിവല്ല എന്ന് പറഞ്ഞത്. എന്തേ ബുഖാരിക്ക് പ്രാമുഖ്യം കൊടുക്കാൻ കാരണം? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അത് ക്രോഡീകരിച്ചത് സൂക്ഷ്മതയോടുകൂടെയാണ്. മദീനത്ത് പോയവർക്കറിയാം, മസ്ജിദ് അബൂദർ എന്ന് പറയുന്ന പള്ളിയുടെ അടുക്കൽ നിന്നും
മസ്ജിദുൻ നബവിയിലേക്ക് പോകുമ്പോ മസ്ജിദുൻ നബവിയിലേക്ക് എത്തുന്നതിന്റെ ഒരു 200 മീറ്റർ മുമ്പ് ഒരു പള്ളി കാണാം വലത് സൈഡിൽ. ആ പള്ളിയാണ് മസ്ജിദുൽ ബുഖാരി എന്ന പള്ളി. ആ പള്ളിക്ക് കുറെ ചരിത്രം പറയാനുണ്ട്. അതിൽ ഒന്നെന്താണെന്നോ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാൻ 7000 ചില്ലാനം ഹദീസുകൾ ക്രോഡീകരിച്ച സഹീഹുൽ ബുഖാരി. ആ ബുഖാരിയിലെ ഓരോ ഹദീസും അതിൽ കൊണ്ടുവരുമ്പോ ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഇസ്തിഖാറത്ത് നടത്തിയിട്ടാണ്. അഥവാ ഈ ഒരു കിതാബ് ഉണ്ടാകുമ്പോഴേക്ക് ബഹുമാനപ്പെട്ടവർ 15000 ചില്ലാനം റക്അത്ത് നിസ്കരിച്ച് അല്ലാഹുവോട് ഇസ്തിഖാറത്ത് നടത്തിയിട്ടാണ് സഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം ബഹുമാനപ്പെട്ടവർ രചിച്ചിട്ടുള്ളത്. ആ ഇമാം ബുഖാരി തങ്ങളുടെ സഹീഹുൽ ബുഖാരി ഹിജ്റ 1100 കൊല്ലങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട കിതാബിൽ കാണാം, മഴയില്ലാത്ത മേഖലകളിൽ സഹീഹുൽ ബുഖാരി കൊണ്ട് ഓദർസ് നടത്തുകയും ഓതുകയും ചെയ്യും. അതോടുകൂടെ അവിടെ മഴ വർഷിക്കാറുണ്ടായിരുന്നു. ആ നിലക്ക് ബറക്കത്തുള്ള ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് പ്രിയപ്പെട്ട ശിഷ്യനോട് 3 നിർദ്ദേശങ്ങൾ നൽകി. ഒന്ന് പറഞ്ഞത് എന്താണ്? എല്ലാ വ്യാഴാഴ്ചകളെങ്കിലും എന്റെ ഖബറിൽ വന്ന് റഹ്മത്തിന്റെ മലക്കുകൾ അവതരിക്കുന്ന വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണേ. ഇമാം ഗസാലി തങ്ങളുടെ വസിയ്യത്താണ്. മറ്റൊരു വസിയ്യത്ത് എന്താണ്? എനിക്കൊന്ന് ബുഖാരി കൊണ്ടുവന്ന് തരണം. സഹീഹുൽ ബുഖാരി കൊണ്ടുവന്നു. വമാതാവ സഹീഹുൽ ബുഖാരി ഫൗക സദ്രിഹി, നെഞ്ചോടടുപ്പിച്ചുകൊണ്ട് സഹീഹുൽ ബുഖാരി കൊണ്ട് ബറക്കത്തെടുത്തുകൊണ്ടാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വഫാത്തായതെങ്കിൽ ആ നിലക്കുള്ള പ്രമാണമായ ബുഖാരി, ആ സഹീഹുൽ ബുഖാരിയെ മടവൂരികൾ തള്ളി. ആ സഹീഹുൽ ബുഖാരിയുടെ 2 ചട്ടയുടെ ഉള്ളിലുള്ളതെല്ലാം അത് വിശ്വസിക്കണ്ട എന്ന് ജിന്നൂരികളും പറഞ്ഞു. ഈ നിലക്ക് ഖുർആന്റെ തൊട്ടടുത്ത പ്രമാണം നമുക്ക് നബി തങ്ങളുടെ നിസ്കാരം എത്തിച്ചു തന്ന, അതേ നിസ്കാരത്തിന്റെ റക്അത്തുകൾ പഠിപ്പിച്ചു തന്ന, അതുപോലെ രൂപങ്ങൾ പഠിപ്പിച്ചു തന്ന, സുന്നത്തുകൾ പഠിപ്പിച്ചു തന്ന മഹാന്മാരായ സ്വഹാബത്തിൽ നിന്നുള്ള ഹദീസുകൾ അത് ക്രോഡീകരിച്ച ഇമാം ബുഖാരിയെ തള്ളിയില്ലേ? പിന്നെ പ്രിയപ്പെട്ടവരെ, എവിടെ നിന്നാണ് രക്ഷ? ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. സഹീഹുൽ ബുഖാരിയെ തള്ളി, സഹീഹ് മുസ്ലിമിനെ തള്ളി, അതുപോലെയുള്ള വിഷയങ്ങളെ തള്ളി. അങ്ങനെ തള്ളിയത് കൊണ്ടാണ് ആദർശം പണയം വെക്കേണ്ടി വന്നത്. അങ്ങനെ അവരൊക്കെല്ലേ ഗൈഡായിട്ടുള്ളത്. വഅഇമ്മത്തുൻ കശാഫിഈ വനഹ്വിഹിം കനൂ അലാ സിഖിസാലിൻ കുമലാ സുഹദുൻ സ്വലാഹും വൽ ഇബാദതു ഫിഖ്ഹും ബിഉലൂമി ഉഖബാ നാഫിയാത്തുൽ ലിൽ മലാ. ഉപകാരപ്രദമായ വിജ്ഞാനം, അതിന്റെ മേഖലയിൽ സൂക്ഷ്മതയോടുകൂടെ ആദർശനിഷ്ഠയോടുകൂടെ കണിശതയോടുകൂടെ ജീവിച്ച മഹാന്മാരായ ഇമാമുകളെ തള്ളി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് തെറ്റുപറ്റി എന്ന് വരെ പറഞ്ഞു. മാലിക് ഇമാം പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു. സഹാബത്തിനെ തള്ളിയവർക്ക് എന്തുമാകാമല്ലോ. സുന്നികൾക്ക് അഭിമാനിക്കാം, നമ്മുടെ ഗൈഡുകൾ സഹാബത്താണ്, നമ്മുടെ ഗൈഡുകൾ ഇമാമുകളാണ്, അവര് വിവരമുള്ളവരാണ്. ഖുർആൻ പറഞ്ഞു, ഫസ്അലു അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് വിവരമില്ലേ? വിവരമുള്ളവരെ കൊമ്പായി പിടിച്ചുകൊള്ളൂ, മുറുക്കി പിടിച്ചുകൊള്ളൂ. നമ്മൾ മുറുക്കി പിടിച്ചു ഇമാമുകളെ, നമ്മൾ മുറുക്കി പിടിച്ചു സഹാബത്തിനെ. അങ്ങനെ മുറുക്കി പിടിച്ചപ്പോൾ നമ്മുടെ ആശയത്തിന് മാറ്റം വന്നില്ല. ബിദ്അഈ കക്ഷികൾ എന്നോട് ക്ഷമിക്കുക, നിങ്ങൾ മുറുകെ പിടിച്ച നേതൃത്വം, ആ നേതൃത്വത്തിന്റെ കൊമ്പ് ഇളകി പിടിച്ചവരിൽ നിന്നും നിങ്ങൾ പിടിവിട്ടു എന്നതാണ് പ്രശ്നം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളെ ഇമാമികൾ കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ രാമുഖം എന്ന പുസ്തകം, ആ പുസ്തകത്തിൽ കാണാം ഈ പ്രസ്ഥാനത്തിന് അഥവാ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്
തുടക്കം കുറിച്ച നേതാവ് ഹിജറ 621 ഭൂജാതനായ ചിന്താമണ്ഡലത്തിൽ ഭയങ്കര കോളിളക്കമുള്ള ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ബ്രാക്കറ്റിൽ റ ആണ്. ആ ഇബ്നു തൈമിയ്യയാണത്രേ ഇവരുടെ ആശയത്തിന് നേതൃത്വം നൽകിയത്. അഥവാ ഇവര് ആദ്യം പിടിച്ച കൊമ്പ് ഇബ്നു തൈമിയ്യയുടെ. ആ ഇബ്നു തൈമിയ്യയുടെ കൊമ്പ് പിടിച്ചപ്പോ എന്നാ ഇബ്നു തൈമിയ്യ പറഞ്ഞതെങ്കിലും കേൾക്കണ്ടേ? ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടവർ കേൾക്കും. ശ്രദ്ധിച്ചു കേൾക്കൽ മിനൽ ഖിറാഅത്തി ഖുർആൻ പാരായണവും വഗൈരിഹാ അതല്ലാത്തതും ഹഖ്ഖുൻ പ്രമാണത്തിലുള്ളതാണ്. എന്തേ പിടിച്ച കൊമ്പ് പറഞ്ഞത് കേൾക്കാതിരുന്നത്? ഇബ്നു തൈമിയ്യ ഗർഭിണികൾക്ക് പിഞ്ഞാണം എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞവരാണ്. ഖുർആനിനെതിരും പിഞ്ഞാണത്തിനെതിരെയാണുള്ള മൗലവിമാര് പറയുന്നത്. കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി ആ വിഷയം പറയുന്നത് പറയും, ഈ ഖുർആൻ നിങ്ങൾ ജീവിതത്തിൽ പാർക്കണം. ഖുർആൻ അങ്ങനെ പറഞ്ഞു, ഖുർആൻ ജീവിതത്തിൽ പാർക്കണം. ഖുർആൻ നമുക്ക് കലക്കി കുടിക്കാനുള്ളതല്ല, പ്ലേറ്റിലാക്കി കുടിക്കാനുള്ളതല്ല. ഖുർആൻ നമുക്ക് മരിച്ചോട്ടൊന്നും ഓടാനുള്ളതല്ല. അഞ്ചിന് മൻകാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവർക്ക് പാഠം പഠിക്കാനാണ് അള്ളാഹ് ഖുർആൻ ഇറക്കിയത്. അത് മരിച്ച മയ്യത്തിന് ഓതിക്കൊണ്ടിട്ട് ഒരു കാര്യമില്ലാന്ന് എത്രയോ കാലം നമ്മൾ പറഞ്ഞു, കാലങ്ങളോളം പറഞ്ഞു, ആരും അംഗീകരിച്ചില്ല. ശരിയാണ്, ആരും അംഗീകരിച്ചില്ല. ഒരുപാട് കാലം പറഞ്ഞു. എന്തേ പറഞ്ഞത്? മരിച്ചോടത്ത് ഓതാനുള്ളതല്ല, പ്ലേറ്റിൽ എഴുതാനുള്ളതല്ല. പക്ഷെ ആരും പറഞ്ഞ കേട്ടില്ല. എന്താ കാട്ടുക? ഓലടക്കം കേട്ടിട്ടില്ല. കാരണം അവരും മന്ത്രിച്ചൂതാൻ പോവലുണ്ട്. നമ്മൾ നേരെ ചൊവ്വേ ഉസ്താദിന്റെ അടുക്കിലേക്ക് വരും, അതല്ലെങ്കിൽ ആറ്റപ്പോയ തങ്ങളടുക്കിലേക്ക് വരും, അതല്ലെങ്കിൽ പാണക്കാട് തങ്ങന്മാരുടെ അടുത്തേക്ക് പോകും. അങ്ങനെ ഏതെങ്കിലും തങ്ങന്മാരുടെ അടുത്തേക്കോ സയ്യിദന്മാരുടെ അടുത്തേക്കോ നമ്മൾ നേരെ ചൊവ്വേ പോകും. ഇവര് തലയിൽ മുണ്ടിട്ടിട്ടാണ് പലപ്പോഴും പോകാറുള്ളത്. സക്കരിയ സലാഹി എന്ന മൗലവി എന്നെ അയാൾ വിശദീകരിക്കുന്നത് നോക്കൂ. ഘട്ടങ്ങളിൽ പിശാചി നമ്മളെ സമീപിക്കും. അവിടെ നിന്ന് പോയോക്ക്, ഇവിടെ നിന്ന് പോയോക്ക്. അപ്പൊ ഇരുകാലി പിശാചുക്കളും വരും. എന്റെ സലഫി മുജാഹിദും പറഞ്ഞാലേ കുട്ടിനെ കറുത്തം കണ്ടോ എന്ന് പറയും. പെണ്ണുങ്ങൾ ഇങ്ങനെ മന്ത്രിക്കും. കാരണം അധികവും മറ്റേന്ന് കെട്ടിക്കൊടുന്നാവും സ്ത്രീധനം വാങ്ങാൻ സൗകര്യത്തിന്. അപ്പൊ ഓളെങ്ങനെ തലയണ മണ്ടം, മനുഷ്യ നിങ്ങളെ സലഫിയും മുജാഹിദും പറഞ്ഞാൽ നമ്മളെ കുട്ടിന്റെ കാര്യം കേട്ടോ. ഓളൊരു കരച്ചിലും അതിലിപ്പം വീണ് നെജ്ജു എന്റെ ആങ്ങളെയും കൊണ്ടേക്ക് ആരും അറിയണ്ട. അങ്ങനെ തലയിൽ മുണ്ടിട്ടിട്ട് മെല്ലെ പോകുക. കണ്ടോ? ഓൻ കെട്ടിയപ്പോ എന്താ പറഞ്ഞേ? ഞാൻ കെട്ടിക്കൊണ്ടൊന്ന് നന്നാക്കല്ലേ. പര നന്നായത് മൂപ്പര് നന്നായി, ഓള് നന്നായില്ല. കണ്ടോ? അവ തലയിൽ മുണ്ടിട്ട് പതുക്കെ പോകും. അങ്ങനെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരു പറഞ്ഞതാണ്. നമ്മൾ ആ വിഷയം എതിർക്കുന്നില്ല. പറഞ്ഞു വന്നത് ഇബ്നു തൈമിയ്യ എന്ന കൊമ്പാണ് പിടിച്ചതെങ്കിൽ ചിലപ്പോ ചില ആൾക്കാർക്ക് നിസ്കാരം ഉണ്ടാകും. ഈ ബക്കറ്റ് പിരിവൊക്കെ നടത്തുക അത് നമുക്ക് മാത്രമുള്ളതല്ലേ? അല്ല, ബക്കറ്റ് എല്ലാവർക്കും ഉള്ളതുണ്ട്. ഇപ്പൊ ബക്കറ്റ് പിരിവില്ല എന്നൊരു മൗലവി പറയും. ഇങ്ങനെ ഗിഫ്റ്റാണ്, മറ്റതാണ്, മറിച്ചാണ്, പിരിവൊന്നും ഉണ്ടാവൂല എന്നറിയുന്നത് പിരിക്കും ചെയ്യും. അതിന്റെ രൂപം അതിന് തെളിവ് കിട്ടിയിട്ടില്ല എന്നുള്ളത് വേണ്ടല്ലോ. അറിയുക, മുജാഹിദ് പ്രസ്ഥാനം നിങ്ങൾക്ക് ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അള്ളാന്റെ സമ്മാനമാണ് KNM, പടച്ചോന്റെ സമ്മാനമാണ് ISM, പടച്ചോന്റെ സമ്മാനമാണ് MSM, പടച്ചോന്റെ സമ്മാനമാണ് ഞങ്ങൾ നിങ്ങൾക്ക്. പടച്ചോന്റെ സമ്മാനമാണ് ഞങ്ങൾ നിങ്ങൾക്ക്. ഞങ്ങൾ നിങ്ങളോട് പൈസ പിരിച്ചോ? ഉണ്ടോ? ഞങ്ങൾ നിങ്ങളോട് പൈസ പിരിച്ചോ? ഞങ്ങൾ നിങ്ങളോട് ഫണ്ട് വാങ്ങിയോ? ഉണ്ടോ? വെറുതെ ഉണ്ടായോ? പാട്ടപ്പിരിവ് നടത്തിയോ? ഉണ്ടോ? പാട്ടപ്പിരിവ് നടത്തിയോ? ഉണ്ടോ? ഉണ്ടായോ? ഇയാളിങ്ങനെ ചോദിക്കുക. എന്നാ പാട്ടപ്പിരിവ് നടത്തുന്നൊക്കെ കണ്ടോളി നിങ്ങള്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഏകാഗ്രത ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ബക്കറ്റ് നിങ്ങൾ എടുത്തൂടെ കൊണ്ടുവരും. കിശ കയ്യേണ്ട ആവശ്യമുള്ളൂ. ശ്രദ്ധ ഇവിടെ മതി. കിശ കയ്യിട്ട് 1000 റുപ്യ ആയിക്കോട്ടെ, കുഴപ്പമില്ല. നോക്കി 10 ആക്കണ്ട. പറയണേക്കണം. 1000ന്റെ നോട്ടായിക്കോട്ടെ, 500ന്റെ നോട്ടായിക്കോട്ടെ, ഒരു പ്രശ്നമല്ല. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയ മോനെ മാങ്ങ എന്താ വില? 80 റുപ്യ. 2 കിലോ പോരട്ടെ. മാങ്ങ സീസൺ പറഞ്ഞതാണ്, ഒരു പ്രശ്നമില്ല. മോനെ പള്ളിക്ക് പണ്ട് 10 റുപ്യ മുറിച്ച് 5 ഉണ്ടോ? 2 5. ആളുകളെ ചോദ്യം, മാർക്കറ്റിൽ ചെന്നിട്ട് ഒറ്റ 2 കയ്യിലും ഫ്രൂട്ട്സാ, തിന്നോളതൊന്നുമില്ല, പോയി വെട്ടി ഉറിച്ച് ഇങ്ങനെ ഇടും.
ഒന്നെടുത്ത് തിന്ന് അപ്പഴേ ഒക്കെ കാണുമ്പോൾ തോന്നുന്നത് കുറെ തിന്നണമെന്ന്, പക്ഷെ തിന്നാൻ കഴിയില്ല. അവ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് ഫ്രൂട്ട് തിന്നാതിരിക്കുക എന്തോ ചെയ്തോട്ടെ, ഷുഗർ ഉണ്ടാവുകൊണ്ട് എന്തോ ആവട്ടെ, നമ്മളതിൽ ഇടപെടുന്നില്ല. പക്ഷേ ഇബ്നു തൈമിയ്യ പറഞ്ഞു, മരണപ്പെട്ടോർത്ത് ഓതണം, മരിച്ചോര് കേൾക്കും, പിഞ്ഞാണം എഴുതണം, തറാവീഹ് വറക്കത്താണ്, തെൽഖീന് ചൊല്ലാം, 70,000 ദിക്ർ കൊണ്ട് ഗുണമുണ്ട്, ബറാഅത്ത് രാവ് കൊണ്ടാടേണ്ടതാണ്, നബിദിനം കഴിച്ചാൽ കൂലി കിട്ടും, മഹാന്മാരെ ഖബറിങ്കൽ മക്ബറയിൽ കറാമത്തുണ്ട്, അങ്ങനെ കറാമത്ത് ഇറങ്ങും, നബി തങ്ങളുടെ ഖബറിങ്കൽ വന്നിട്ട് സഹായം ചോദിച്ചിട്ടുണ്ട്. 10 കാര്യം തിൽകാശറത്തുൽ കാമില ഇല്ലേ? അപ്പൊ നിങ്ങൾ പിടിച്ച കൊമ്പ്, ആ കൊമ്പിൽ നിന്ന് നിങ്ങൾ പിടിവിട്ടു. ഇബ്നു തൈമിയ്യ എങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള അഭിപ്രായം ഉണ്ടോ? ഇങ്ങനെ അദ്ദേഹത്തിന്റെ കിതാബിൽ ഇല്ല എന്നുള്ള അഭിപ്രായം ഉണ്ടോ? അപ്പൊ പറയും ഖുർആൻ സുന്നത്താ തെളിവ്, ഖുർആൻ സുന്നത്തുമാണ്. ഈ ഖുർആൻ സുന്നത്ത് പോലും പിന്നെ രാമായണം നോക്കിയിട്ട് അധികം പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദര, നിഷ്പക്ഷമായി വിലയിരുത്തുക. ആ കൊമ്പ് വിട്ടു. എന്തുകൊണ്ട്? പഠനം നടത്താൻ തയ്യാറായില്ല എന്നതാണ് കാരണം. ഇനിയോ അടുത്ത കൊമ്പാവണ്. ഇതിന്റെ പ്രഭാവ കേന്ദ്രമായ ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വ്യക്തി അഹ്കാമു തമന്നിൽ മൗത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ മരണപ്പെട്ടവർ കേൾക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് വികല വിശ്വാസങ്ങൾ പറഞ്ഞപ്പോഴും മദ്ഹബ് സ്വീകരിക്കണം എന്ന് പറഞ്ഞവരാണ്. അഹ്മദ് ബിൻ ഹംബൽ ഹംബലി മദ്ഹബ് സ്വീകരിച്ചവരാണ്. വലാ നുൻകിറു മൻ ഖല്ലദൽ അർബഅ ദൂന ഗൈരിഹിം മിൻ അർ-റാഫിദിയ്യ വസ്-സൈദിയ്യ വലാ നുഖിറു ലഹും മിൻ അൽ-മദാഹിബിൽ ഫാസിദതി ശൈആ വൻ നുജ്ബിറുഹും അലാ തഖ്ലീദി അഹദിൽ അഇമ്മത്തിൽ അർബഅ. നാലിലൊരു മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമാണ്. വലാ നസ്തഹിഖു മർതബത്തൽ ഇജ്തിഹാദി ബൽ ലൈസ ലദൈനാ അഹദുൻ നദ്ഈഹി. ഒരിക്കലും നാലിലൊരു മദ്ഹബ് സ്വീകരിക്കരുതെന്ന് നമ്മൾ പറയില്ല. അതിന് പിൻപറ്റാൻ വേണ്ടി, തഖ്ലീദ് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുകയാണ് എന്ന് ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞപ്പോ ആ കൊമ്പിൽ നിന്നും പിടിവിട്ടു. നേരത്തെ പറഞ്ഞില്ല, ഓരോരുത്തർക്കും ഓരോ മദ്ഹബാണ്. കഴിഞ്ഞില്ല. പിന്നെങ്ങനെ വന്നു കേരളക്കരയിലേക്ക്? അങ്ങനെ കേരളക്കരയിലേക്ക് വന്നു 921 കാലഘട്ടത്തിൽ. 921 കാലഘട്ടത്തിൽ പരീക്കുട്ടി മൗലവി അതുപോലെയുള്ള മൗലവിമാർ അവര് കുറെ നിർദ്ദേശങ്ങൾ വെച്ചു. ആ നിർദ്ദേശങ്ങളും പാലിച്ചില്ല. അവിടെയും പിടുത്തം വിട്ടു അല്ലേ? ഉദാഹരണം, വെള്ളിയാഴ്ച ഖുതുബ ഏത് ഭാഷയിലാണ് ആവേണ്ടത്? അറബി ഭാഷയിൽ ഖുതുബ നിർവഹിക്കണം. അറബി ഭാഷയിൽ ഖുതുബ നിർവഹിക്കണം. ആരാണ് പറഞ്ഞത്? മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അറബി ഭാഷയിൽ ഖുതുബയായിരിക്കൽ നിർബന്ധമാണ്, ഷർത്താണ്. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഗൈഡാകുന്ന സഹാബത്തെ കിറാമും അവര് നമുക്ക് കാണിച്ചു തന്നത് അറബി ഭാഷയിലുള്ള ഖുതുബയാണ്. അത് നമ്മളെ ഇമാമിങ്ങളെ കിതാബിലുള്ളതാണ്. നമ്മൾ പറഞ്ഞു എന്നറിയണ്ട. KM മൗലവിയുടെ ജുമുഅ ഖുതുബ എന്ന് പറയുന്നവരുടെ പുസ്തകം, ആ പുസ്തകത്തിന്റെ കവർ നിങ്ങൾക്ക് കാണാം. KM മൗലവിയുടെ കേരള നദുവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച ജുമുഅ ഖുതുബ എന്ന് പറയുന്ന പുസ്തകം, റോസ് കളറിലുള്ള ചട്ടയുള്ള പുസ്തകം. ആ പുസ്തകത്തിന്റെ പേജിൽ കാണാം, നബിയും സഹാബത്തും അവർ അറബിയിലാണ് ഖുതുബ നിർവഹിച്ചത്. അനറബി നാടുകളിൽ ഖുതുബയ്ക്ക് വേണ്ടി അവർ പോകുമ്പോഴും അറബി ഭാഷയിലല്ലാതെ അവർ ഖുതുബ നിർവഹിച്ചിട്ടില്ല. പച്ച മലയാളത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. അത് അറബിയിൽ KM മൗലവി പറഞ്ഞതാണ്. എന്തേ KM മൗലവി പറഞ്ഞത്? അദ്ദേഹം പറയുന്നു, വലാക്കിൻ ചില ആളുകള് നമുക്ക് കുത്തുബെന്ന് പരിഭാഷപ്പെടുത്തല്ലേ, എന്നാ തേങ്ങക്കാലത്ത് തേങ്ങ കുത്തുബ, മാങ്ങക്കാലത്ത് മാങ്ങ കുത്തുബ, അണ്ടിക്കാലത്ത് അണ്ടി കുത്തുബ, റബ്ബർ കാലത്ത് റബ്ബർ കുത്തുബ. ഇത് കേൾക്കാലോ എന്ന നിലക്ക്, ട്രാൻസ്ലേഷൻ ആക്കാലോ എന്ന നിലക്ക് ചില ആളുകൾ ആവശ്യപ്പെട്ടവ KM മൗലവി പറഞ്ഞു. വലാക്കിൻ ആഹുനാ ശൈഉൻ യംബഗി അൽ ഇൽതിഫാതു ഇലൈഹി വഹുവ അന്നാ ലൻ നജിദു ഫീ കിതാബിൻ മിനൽ കുതുബി അന്ന സലഫ സാലിഹീന വമൻ കാനൂ മിൻ ബഅദിഹിം ഹിനമാ യക്തുബൂന അൽ ഖുതുബൽ മശ്റൂഅത യദ്കുറൂന അർകാനഹാ വയതർജിമൂന തവാബിഅഹാ അഖബദി بالعربية بل نعلم أن النبي والصحابة كانوا يكتبون أركانها وتوابعها كلها باللغة العربية. നമുക്ക് കിതാബ് മാത്രമല്ല ബയ്യാർട്ടാക്കേണ്ടത്, പോലെ ബുക്കും ബയ്യാർട്ടാക്കേണ്ട കോളത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തേലും പറഞ്ഞത് പറഞ്ഞതാ മലയാളത്തിൽ എഴുതിയത്.
ആരാ ഉദ്ധരിച്ചത്? കേരള ജുവത്തുൽ മുജാഹിദീൻ. എന്താ പറഞ്ഞത്? നിങ്ങള് സഹാബത്തും നബിയൊക്കെ അവരൊക്കെ അറബിയിലാണ് ഓതിയത്. സഹാബത്തിനെ അനറബി നാട്ടിക്ക് പറഞ്ഞയച്ചപ്പോഴും ഓലി എല്ലാ ഭാഗവും അറബിയിലാണ് ഓതിയത്. അതുകൊണ്ട് നമ്മൾ അറബി ഭാഷയെ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ? കെ എം മൗലവി എന്ന അവരുടെ നേതാവ് എന്ന അവരുടെ കൊമ്പ്, ആ കൊമ്പിൽ മുറുക്ക് പിടിച്ചിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ട്രാൻസ്ലേഷന്റെ പള്ളി അന്വേഷിക്കേണ്ടിയിരുന്നു. ആള് കുറവാകുന്ന പ്രശ്നം ഉണ്ടാവുമായിരുന്നു. അപ്പൊ അവരെ പള്ളിനെ പറ്റി ഒരു കംപ്ലൈന്റ് പറഞ്ഞത് എന്താണ്? ആളില്ല. മുജാഹിദ് പള്ളിയിലൊക്കെ കൈരിയൊക്കെ വയസ്സന്നായിന്റെ തൊള്ളീക്കും ഒക്കെ പോലെ എന്നാണ് ഒരു ഉദാഹരണം പറഞ്ഞത്. ഞാൻ വെറുതെ പറയില്ല. സക്കരിയ സലാഹി പറയുന്നത് നോക്കൂ നിങ്ങൾ നോക്ക്. ജുമഅന്റെ കാര്യം, ജുമഅക്ക് എപ്പോഴാ വരിക? ഒട്ടകത്ത് അറുത്തുകൊടുത്ത കൂലി, പശുവിന് അറുത്തുകൊടുത്ത കൂലി ഒക്കെ പറയും. പക്ഷേ പിന്നെ ഇമാമ് ഖുത്ബക്ക് കയറുമ്പോ വയസ്സന്നായിന്റെ തൊള്ളിക്ക് നോക്കിയ മാതിരി അവിടെ ഇവിടെയോ 4 ആളുണ്ടാവും. അതെ, എന്തെങ്ങനെ ഉണ്ടാവാൻ കാരണം ഒന്നുമല്ല. നബിയും സഹാബത്തും പഠിപ്പിച്ച ഖുത്ബ ഇവിടെ നടക്കുന്നുണ്ട്. അറബി ഭാഷയിലാണ് അവര് ഖുത്ബ നിർവഹിച്ചിരുന്നത്. അറബി ഭാഷയിലാണ് അവര് നിസ്കാരം നിർവഹിച്ചത്. അറബി ഭാഷയിലാണ് അവര് വാങ്ക് നിർവഹിച്ചത്. അറബി ഭാഷയിലാണ് അവര് സലാം പറഞ്ഞത്. മലയാളികളോട് കയറ്റം കയറുന്ന സമയത്ത് അള്ളാന്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ, നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാരും മലയാളികൾ പറയാറില്ല. അവരും അസ്സലാമു അലൈക്കും എന്നാ പറയാറുള്ളത്. എന്തേ? ഇവരോടാണെങ്കിൽ തന്നെ അതൊരു ദിക്റാണ്. പറയൽ സുന്നത്തും അടക്കൽ വാജിബുമായ കാര്യമാണ്. അതുകൊണ്ട് അറബി ഭാഷയിലാണ് നബി പഠിപ്പിച്ചത്. അതുപോലെ സുന്നികളുടെ പള്ളിയിലും അല്ലാത്തവരുടെ പള്ളിയിലും നിസ്കരിക്കാൻ വരൂ എന്നർത്ഥത്തിലുള്ളതിന്റെ അറബി മൂലമാണ് പറയുന്നത്. എന്തേ കാരണം? അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഇതുപോലെയാണ് നബി പഠിപ്പിച്ചത്. ഇതുപോലെയാണ് സഹാബത്ത് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് മക്കയിൽ അറബി ഭാഷയിൽ, മദീനയിൽ അറബി ഭാഷയിൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകളോട് പറയട്ടെ, പ്രിയപ്പെട്ട കൂട്ടുകാരാ, 2 വർഷം മദീന പള്ളിയുടെ ചുറ്റുഭാഗത്ത് ജോലി ചെയ്യുന്ന ഒരാൾ 104 വെള്ളിയാഴ്ച ജുമഅക്ക് പോകുമ്പോൾ അറബിയിലുള്ള ഖുതുബ കേൾക്കുന്നു, പ്രശ്നമില്ല. 2 മാസത്തെ ലീവിന് വന്ന ആൾ ഈ 8 വെള്ളിയാഴ്ചക്ക് പൂച്ച കുട്ടികളെ കരകടത്തുന്നത് പോലെ മറ്റുള്ള കുടുംബത്തിനെ കൂട്ടി പരിഭാഷ പള്ളിയിലേക്ക് എന്തിനു പോകണം? ചങ്ങലേരിയിലേക്ക് എന്തിനു ചുറ്റണം? പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തേക്ക് എന്തിനു പോകണം? നബിയുടെ ഖുതുബ പരിസരങ്ങളിലില്ലേ? നബിയും സഹാബത്തും വെള്ളിയാഴ്ച 2 ഖുതുബ മാത്രമാണ് നിർവഹിച്ചത്. അത് അറബി ഭാഷയിലായിരുന്നു നിർവഹിച്ചത്. അറബി ഭാഷയിലായിരുന്നു നിസ്കരിച്ചിരുന്നത്. ആ വിഷയം സാന്ദർഭികമായി ഉണർത്തട്ടെ പ്രിയപ്പെട്ടവരെ. പറഞ്ഞു വന്നത്, അവരുടെ ആശയം സ്വീകരിച്ചിരുന്നുവെങ്കിൽ പ്രശ്നമുണ്ടാകൂല. കെ എം മൗലവിയാണ് കൊമ്പ്. ആ കൊമ്പ് പറഞ്ഞു അറബി ഭാഷയിൽ ഖുത്ബോധണമെന്ന് കഴിഞ്ഞില്ല. അവരുടെ ആദ്യത്തെ മദ്രസയാണ് അൽ മദ്രസത്തുൽ ഇത്തിഹാദിയ. അത് ഉദ്ഘാടനം ചെയ്തതെന്നാണ് റബീഉൽ അവ്വൽ 12-ന്. എങ്ങനെ? മൗലിദോദിയിട്ട് 921 ഐക്യസംഘത്തിന്റെ കൊമ്പുമ്മ പിടിച്ചിരുന്നുവെങ്കിൽ നബിദിനത്തിന്റെ കാലത്ത് കാട്ടിലുള്ള മുളകൾ വെട്ടി നശിപ്പിച്ച് കടലാസുണ്ടാക്കി പരിസ്ഥിതി മലിനീകരണം സൃഷ്ടിക്കുന്ന രൂപത്തിൽ പേജുകൾ ദുരുപയോഗപ്പെടുത്തേണ്ടിയിരുന്നോ? ജമാഅത്തെ ഭാഷി ചോദിച്ചതാണ്. ഒരങ്ങനെയൊക്കെ പറയല്. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒലിക്കുള്ള സോളിഡാരിറ്റിക്കുള്ള പ്രശ്നതല്ലേ? മുള വെട്ടരുത്, അതങ്ങനെ ആകരുത്. റോഡാണ് നന്നാക്കും, കൊണ്ട് നിർത്തുന്നുള്ളത് പത്രപ്രസ്താവന വന്നാ നിർത്തണം എന്ന് പറഞ്ഞിട്ട് ബോർഡോട്ട് രംഗത്തിറങ്ങും. അങ്ങനെ പല ആളുകളും നമ്മുടെ നാടുകളിലുണ്ട്. എന്തോ ആവട്ടെ, ആ വിഷയത്തിലേക്ക് ഇടപെടുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയട്ടെ, എന്തേ ഈ വിഷയത്തിൽ പുറകോട്ട് പോയത്? അപ്പൊ നമ്മുടെയും അവരുടെയും ഇടയിലുള്ള പ്രശ്നം പഠനം നടത്തിയില്ല എന്നുള്ളതാണ്. പഠനം നടന്നില്ല, ഉറപ്പാണ്. നേതാക്കന്മാരോട് ഓരോ മസല ചോദിക്കുമ്പോ ഓരോരുത്തർക്ക് ഓരോന്നാ പറയണം. ഞങ്ങൾക്ക് സന്തോഷിക്കാം. ഏത് മസലകൾ ചോദിച്ചാലും ആധികാരിക മറുപടി നമുക്ക് കിതാബ് അനുസരിച്ച് പറയാനുണ്ട്. നമുക്ക് നമ്മുടെ ഇമാമിങ്ങളുണ്ട്. ഓർക്ക് പറ്റോ? ഇല്ല. തുഹഫ പറ്റോ? ഇല്ല. നിഹായ പറ്റോ? ഇല്ല. മുഗനി പറ്റോ? ഇല്ല. അങ്ങനത്തെ പറ്റോ? ഇല്ല. ഓർക്ക് ഖുർആൻ സുന്നത്ത്, ഖുർആൻ സുന്നത്ത്. ആ ബുഖാരി എന്താണെന്ന് നേരത്തെ പറഞ്ഞു. ഒരു ഉദാഹരണം, ഈ അടുത്ത് ഇവരുടെ വലിയ നേതാവായ AP അബ്ദുൽ ഖാദിർ മൗലവി എന്ന മൗലവിയോട് ഒരു ചോദ്യം.
വെള്ളിയാഴ്ച ഖുതുബയിൽ സ്വലാത്ത് ചൊല്ലാൻ പറ്റുമോ എന്നാ ചോദ്യം. അയാൾ പറഞ്ഞു അത് ഫർളാണ്, റുക്കിനാണ്, ചെല്ലണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറുൽ മുഅദ്ദം മുതൽ മുതൽ എല്ലാ കിതാബുകളിലും ഉണ്ട് സ്വലാത്ത് ഇല്ല. ഇവർക്ക് പറ്റൂലല്ലോ. അപ്പൊ ഈ ചോദിച്ച ആള് രണ്ടാമത് ഉപചോദ്യം ചോദിച്ചു, അപ്പോ നബിന്റെ ഖുതുബയിൽ സലാത്ത് കാണുന്നില്ലല്ലോ, എന്നാ അത് നിർബന്ധാന്ന് പറയണ്ട. നിർബന്ധാന്ന് പറഞ്ഞ അതേ ആള് അപ്പൊ തന്നെ പറയണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പിടിച്ച കൊമ്പിന്റെ പോരായ്മയെ പറയുന്നത്. ഇന്ന് അങ്ങനെ വേണ്ട, വേണ്ട, എന്നാലും ചൊല്ലിക്കോളി, ഓക്കെ ചെല്ലാം. സഹാബത്തിന്റെ ആരും ഖുതുബയിൽ അങ്ങനെ കാണുന്നില്ലല്ലോ, ഇന്ന് അങ്ങോട്ട് ചെല്ലാനും പോണ്ട. വേറൊരിക്കൽ അയാളോട് ചോദിച്ചു, ഖുർആനും സുന്നത്താണോ തെളിവ്? അത് മാത്രാണ് ഇമാമിങ്ങൾ ആരും വേണ്ട? ശരി, വേണ്ടേ? വേണ്ട അല്ലേ? എന്നാ ചോദിക്കട്ടെ, ആദ്യത്തെ തയ്യാത്ത് സുന്നത്തും ഒടുവിലത്തെ തയ്യാത്ത് ഫർളും എന്നുള്ളത് ബുഖാരിയിലുണ്ടോ? മുസ്ലിമിലുണ്ടോ? അബൂദാവൂദിലുണ്ടോ? തുർമുദിയിലുണ്ടോ? ഇബ്നു മാജയിലുണ്ടോ? കാണൂല. ഇത് സുന്നത്താത് ഫർളാന്ന് എങ്ങനെ പറയാം? നമുക്ക് പറയാം 10 കിതാബിൽ 100 സ്ഥലം മുതൽ എല്ലാ കിതാബുകളിലും ഉണ്ട്, ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്നത് സുന്നത്ത് ഇന്നത് ഫർള് എന്ന് പറയാൻ കഴിയില്ല മുജാഹിദുകൾക്ക്, ജമാഅത്തുകാർക്ക്, തബ്ലീഗുകാർക്ക്, നോൺ സുന്നികൾക്ക് കഴിയില്ല. സുന്നികളുടെ പ്രത്യേകതയാണ് മഹാന്മാരായ ഇമാമുകൾ, കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ഇമാമുകൾ. അതുകൊണ്ട് ശബ്ദം ശ്രവിക്കുന്നവരുണ്ടോ, വിളിച്ചോ ചങ്ങലേരിയിലേക്ക്, വിളിച്ചോ തച്ചമ്പാറയിലേക്ക്, വിളിച്ചോ പുളിക്കലേക്ക്, വിളിച്ചോ കരിങ്ങനാട്ടേക്ക്, വിളിച്ചോ എടവണ്ണയിലേക്ക്, വിളിച്ചാൽ ഇതിന് നിങ്ങൾക്ക് മറുപടി കിട്ടില്ല. കിട്ടണോ ഞങ്ങളെ ഇമാമിങ്ങളെ കിതാബ് എടുക്കണം. അത് പഴയ വിഷയമാവട്ടെ പുതിയ വിഷയമാവട്ടെ. 2 വർഷം മുമ്പ് 2010 മാതൃഭൂമിയിലാണ് മാർച്ചിലെന്ന് തോന്നുന്നു, ഒരു മസ്അല, ഒരു വിഷയം വന്നു. എന്താണ് വിഷയം? ഒരു പെണ്ണ് പ്രസവിക്കുകയാണ്. പ്രസവിച്ചപ്പോഴോ ഒരു പ്രസവം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞ് തികച്ചും പരിപൂർണവാനായ ആരോഗ്യവാനായ ഒരു ആൺകുട്ടിക്ക് വീണ്ടും ജനനം നൽകി. എങ്ങനെ? ഒരാൾ പ്രസവിക്കുക, ഒരു പ്രസവം കഴിഞ്ഞ് പരിപൂർണ ആരോഗ്യത്തോടു കൂടെ വേറൊരു കുട്ടിക്കും ജന്മം നൽകി. ഇവിടെ ഒരു വിഷയം, ഈ പ്രസവിച്ച പെണ്ണൊരു ഇദ്ദയിലുള്ള പെണ്ണാണ് നോക്കുക എങ്കിൽ ഗർഭം വെക്കുന്നതുകൊണ്ട് പ്രസവം കൊണ്ടാണ് ഇദ്ദ പരിഗണിക്കുക. ഒന്നാമത്തെ പ്രസവം കൊണ്ടാണോ രണ്ടാമത്തെ പ്രസവം കൊണ്ടാണോ ഇത് കൂട്ടുക? ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് തുഹഫയിൽ മസ്അലയുണ്ടായി. നിങ്ങളോട് ചോദിച്ചാൽ എന്താ പറയാ? ആരെ അങ്ങനെ പറയാൻ പറഞ്ഞു എന്നാ ചോദിക്കുക. ശാഫിഈ മദ്ഹബിന്റെ ആധികാരിക മുഫ്തി പറഞ്ഞു, 6 മാസം എത്തുന്നതിന്റെ മുമ്പ് പരിപൂർണ വളർച്ച എത്തിയ ഒരു കുഞ്ഞിനെ രണ്ടാമതും പ്രസവിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രസവം കൊണ്ടാണ് ഇദ്ദയായി പരിഗണിക്കുക എന്നതുണ്ട്. നിങ്ങൾ എവിടുന്ന് കിട്ടും? ശബ്ദം ശ്രവിക്കുന്നത് നോക്കണം. അതൊക്കെ എപ്പോഴേലും ഉണ്ടാകണല്ലേ. ഇപ്പൊ ആകെപ്പുള്ള എന്താണ്? നമുക്കൊന്നും എന്നുള്ളതല്ലേ. എന്താ അതൊക്കെ നോക്കിയിട്ട് എല്ലാ വിഷയങ്ങൾക്കും ഇസ്ലാമിൽ പരിഹാരമുണ്ട്. എല്ലാ വിഷയവും എല്ലാ കാര്യവും വിശുദ്ധ ഖുർആൻ സസൂക്ഷ്മം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് തിരിയുന്ന ഇമാമുകൾ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. സർജറി അറിയാത്ത ആളുകൾ, സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളുകൾ, പ്രാക്ടീസ് ഇല്ലാത്ത ആളുകൾ ദീനിനെ ഓപ്പറേറ്റ് ചെയ്താൽ അവിടെ രക്ഷയില്ല. ഈ അടുത്ത് വന്നു സയാമീസ് ഇരട്ടകളുടെ ചരിത്രം. ഇറാനിലെ 2 സ്ത്രീകൾ, 2 ഉടൽ 1 തല, ഒരൊറ്റ ബ്രെയിൻ, ഒരൊറ്റ തലച്ചോറ്, 2 ഉടലുമായിട്ട്. വേറൊന്ന് വന്നു 2 തല 1 ഉടൽ. ഇങ്ങനെ സയാമീസ് ഇരട്ടകൾ വന്നപ്പോ ആളുകൾ വിളിച്ചു ചോദിച്ചു, അവരുടെ അനന്തരാവകാശം എങ്ങനെയാണ്? പറയൂ, നിങ്ങൾ പിടിച്ച കൊമ്പിന് ഇതിന് മറുപടിയുണ്ടോ? നേതൃത്വത്തിന് മറുപടിയുണ്ടോ? ഞങ്ങൾക്ക് മറുപടിയുണ്ട്. ശാഫിഈ മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥമായ തുഹഫയിൽ അതുണ്ട്.
ഷെർവാനിയിൽ അതുണ്ട്. രണ്ട് തലയും ഒരു കുടലുമാണെങ്കിൽ രണ്ട് തലയായി പരിഗണിക്കണം. ജുമുഅകളിൽ, അനന്തരാവകാശങ്ങളിൽ ഒരു ബാപ്പയ്ക്ക് ഒരു മകളുമുണ്ട്, ഒരു കുടലും രണ്ട് തലയുള്ള ആണുമുണ്ടെങ്കിൽ അവിടെ മസ്അല ഏതിൽ നിന്ന് ഒരുക്കണം? എന്താണ്? 5 ഓരി വെക്കണം. അഥവാ രണ്ട് തലയെ രണ്ടായി കൂട്ടിയിട്ട് ഈ പെണ്ണിന് ഓരിയും ഓരോ തലക്കും ഈ 2 ഓരിയായി കൂട്ടണം എന്നാണ്. ഒരൊറ്റ തലയാണോ 2 കുടലാണോ? അവിടെ നോക്കേണ്ടത് ഒരൊറ്റ തല ഒരാളുടെ ഹുക്കുമായിട്ടാണ്. ആണാണോ അനന്തരാവകാശത്തിൽ 2 വിഹിതം, പെണ്ണാണോ എങ്കിൽ 1 വിഹിതം. എവിടെ? മസ്അല ഷർവാനിയിലുണ്ട്. പറയൂ, നിങ്ങളുടെ കൊമ്പുകൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? പറയാൻ കഴിയുമോ? ഇങ്ങനെ ഏത് വിഷയം എടുത്തു നോക്കിയാലും പ്രശ്നത്തിന് പരിഹാരമുണ്ട്. അടുത്തൊരു വിഷയം വന്നു. എന്തേ വിഷയം? ഗൾഫിൽ നിന്നൊരാൾ കുറെ ബിസ്ക്കറ്റ് വിഴുങ്ങി വന്നു. 6 റൂട്ടിന്റെ ബിസ്ക്കറ്റ് അല്ല, സ്വർണത്തിന്റെ ബിസ്ക്കറ്റ്. ഇങ്ങനെ സ്വർണത്തിന്റെ ബിസ്ക്കറ്റ് ഒരാൾ വിഴുങ്ങി വന്നു. അത് പുറത്തേക്ക് വന്നില്ല എന്ന് സങ്കല്പിക്കുക. എങ്കിൽ അയാളുടെ വയറ്റിലുള്ള ആ സ്വർണ ബിസ്ക്കറ്റുകൾക്ക് സക്കാത്ത് ഉണ്ടോ? നിങ്ങളുടെ കൊമ്പുകൾക്ക് എന്തു പറയാനുണ്ട്? ഞങ്ങളുടെ കൊമ്പുകൾക്ക് പറയാനുണ്ട്. തൻബീഹുൻ, ഉണരുക, അറിയുക. ലവിബ്തല ശഖ്സുൻ, ഒരാൾ വിഴുങ്ങി നിസാബ് സക്കാത്തി, സക്കാത്തിന്റെ കണക്ക് വിഴുങ്ങിയാൽ എന്താണ് മസ്അല? തുഹ്ഫത്തുൽ മുഹ്താജിൽ സക്കാത്തിന്റെ ബാബിൽ ആധികാരിക മസ്അലയുണ്ട്. നിങ്ങൾക്കുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? പോരായ്മയാണ്. പിടിച്ച കൊമ്പിന്റെ പോരായ്മയാണ്. നിസ്കാരത്തിൽ സുന്നത്തിനത് ഫർളുള്ളത് വേറിരിക്കാൻ കഴിയാത്ത കുട്ടിയാണ്. ഖുത്ബക്ക് സലാത്ത് ചെല്ലണോ വേണ്ടെന്ന് ചോദിക്കുമ്പോഴേക്ക് ബേജാറാകുന്നു. പള്ളിയിലേക്ക് നീണ്ടുവന്ന കൊമ്പിൽ ഈത്തിക്കാഫിൽ നിന്ന് കൂലിട്ട് വന്നൊരു മൗലവിനോട് ചോദിച്ചപ്പോ കൊമ്പണ് മുറിച്ചിട്ട പ്രശ്നം തീർന്നില്ലേ? ഇങ്ങനെ മസ്അല പറയുന്ന ആളുകൾ. അതുകൊണ്ട് വരൂ തൗഹീദിലേക്ക്, വരൂ സുന്നത്തിലേക്ക്. ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല. ചോദ്യകർത്താക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാനുള്ള അവസരം കൊടുക്കണമല്ലോ. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇമാമുകൾ പഠിപ്പിച്ച ആശയത്തിലേക്ക് വരിക. അതുകൊണ്ട് പഠനം നടത്തുക. വിവരമുള്ള ആളുകളെ പിന്തുടരപ്പെടേണ്ട ആ മാതൃകാ വ്യക്തിത്വങ്ങളായി സ്വീകരിക്കുക. അങ്ങനെയാകുമ്പോ ഒരു നിലക്കും അഭിപ്രായ വ്യത്യാസമില്ല. ലൈലുഹാ വനഹാറുഹാ സവാ ഖാല റസൂലുള്ളാഹി. കഴിഞ്ഞുപോയ ഇന്നലകളിലെ പിന്തുടരപ്പെടേണ്ട മാതൃകാ വ്യക്തിത്വങ്ങൾ. വകുല്ലു ഖൈരിൻ ഫിത്തിബാഇ മൻ സലഫ് വകുല്ലു ശർരിൻ ഫിബ്തിദാഇ മൻ ഖലഫ്. എല്ലാ തിന്മകളും ഉള്ളത് അത് മഹാന്മാരായ പണ്ഡിതന്മാരെ കൈയൊഴിക്കുന്നതിലൂടെയാണ്, പുതിയ ചിന്താഗതിക്കാരിലൂടെയാണ്. നമ്മുടെ ഏതേത് ആശയങ്ങളുണ്ടോ, ഏതേത് ആദർശങ്ങളുണ്ടോ, ആ ആശയങ്ങളും ആദർശങ്ങളും അത് വളരെ വ്യക്തമായി കൊണ്ട് നമ്മുടെ മുമ്പിലുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, മഹാന്മാരുടെ ചിന്താസരണിയിലേക്ക് വരിക, അഇമ്മത്തിന്റെ ജീവിതത്തിലേക്ക് വരിക. ഇമാം ബുഖാരി ഉണ്ടെന്ന് പറഞ്ഞു തന്നതാരാ? ഇമാം മുസ്ലിം ഉണ്ടെന്ന് പറഞ്ഞു തന്നതാരാ? ഇമാം ബുഖാരി ജനിച്ച വർഷം കൂട്ടണേ 96 പിന്നെ 100 കൂട്ടണേ. ഹിജ്റ 100 ചില്ലാനത്തിൽ ജനിച്ച ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളുടെ സഹീഹുൽ ബുഖാരി ഉണ്ടെന്ന് പറഞ്ഞു തന്നത് നമ്മുടെ ഇമാമുകളല്ലേ, ഇന്നലകളിലെ നേതാക്കന്മാരല്ലേ. അവരെ വിട്ടുകൊണ്ടൊരു ദീനുണ്ടോ? അതുകൊണ്ട് പറയട്ടെ, മഹാന്മാരായ സഹാബത്ത് മന്ത്രിച്ചൂതുന്നവരാണ്, അവർ ഇസ്തിഗാസ നടത്തുന്നവരാണ്, അവർ തവസ്സുൽ നടത്തുന്നവരാണ്, ആ നിലക്ക് നിലകൊണ്ടവരാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തട്ടെ. അങ്ങനെ ഇമാമിങ്ങൾ അവർ പഠിപ്പിച്ച വിഷയം സ്വീകരിച്ചപ്പോ, ആദർശം സ്വീകരിച്ചപ്പോ, പ്രമാണം സ്വീകരിച്ചപ്പോൾ അതിൽ വിറളി പൂണ്ട ആളുകൾ എന്തെങ്കിലും പറയണം എന്ന നിലക്ക് സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചു. എത്രത്തോളം നമ്മുടെ ആശയങ്ങളും ആദർശങ്ങളും നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുസ്ലിമീങ്ങളുടെ, തെഗാഡിയയുടെ, അതുപോലെ നരേന്ദ്രമോദിയുടെ, ബാൽ താക്കറയുടെ ആശയമാണ് എന്ന് പോലും പരിഹസിക്കാൻ തുടങ്ങി. എന്തൊരു സുബ്ഹാനല്ലാഹ്, എന്തൊരവസ്ഥയാണ്. ഒരു മൗലവി പറയുന്നു, നോക്കൂ നിങ്ങൾ. ഏറ്റവും പ്രിയപ്പെട്ടവനാകണല്ലോ ബുഷും തഗാഡിയും ഒക്കെ. കാരണം എന്താ?
അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് ആരാ പറയുന്നത്? അത് മുജാഹിദ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണം എന്നല്ലേ സമസ്തയുടെ ആശയം? അതാരാ പറയുന്നത്? ബുഷ്, ബാൽ താക്കറെ, തൊഗാഡിയ, നരേന്ദ്രമോദി, അഡ്വാനി, വാജ്പേയി, ലോകത്തുള്ള എല്ലാ മുസ്ലിം സുഹൃത്തുക്കളും പറയുന്നത് സമസ്തയുടെ ആശയമാണ്. നമ്മുടെ ആശയം മീൻചന്ത പ്രമേയത്തിലൂടെ സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഹദ്ദാദ് റാത്തീബുണ്ട്. ബാൽ താക്കറെ ഹദ്ദാദ് ചെല്ലാറില്ല. അതിൽ ആണ്ട് നേർച്ചയുണ്ട്. തഗാഡിയ ആണ്ട് നേർച്ച കഴിക്കാറില്ല. അതിൽ കൃത്യമായി നിസ്കരിക്കണമെന്നുണ്ട്. മറ്റു അമുസ്ലിമീങ്ങൾ അത് ചെയ്യാറില്ല. അതുകൊണ്ട് പറഞ്ഞു വന്നത് ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചു. ചില്ലറയാണോ വിഷയം? ആദർശപരമല്ലേ വിഷയം? സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് ഇസ്ലാമിന്റെ ഭാഷയിലുള്ള, ഇബാദത്തിന്റെ ഭാഷയിലുള്ള, സാങ്കേതിക ഭാഷയിലുള്ള ദുആകൾ നിർവഹിക്കാറുണ്ടോ? അല്ലാഹുവോട് മാത്രമേ ദുആർക്കാൻ പാടുള്ളൂ. അതിൽ ആർക്കും തന്നെ തർക്കമില്ല. കാരണം അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു അല്ലാഹുവോട് ദുആ ഇരക്കണമെന്ന്, നബി തങ്ങൾ പറഞ്ഞു ദുആ ഇരക്കണമെന്ന്. ഒരൊറ്റ സുന്നിയും കക്കൂസിലേക്ക് പോകുമ്പോ യാ ശൈഖ് മുഹയ്യിദ്ദീൻ അഊദു ബിക മിനൽ ഖുബതി വൽ ഖബാഇദ് ചൊല്ലാറില്ല. അല്ലാഹുവോടാണ് ദുആ ഇരക്കാറുള്ളത്. കാരണം സഹാബത്ത് അല്ലാഹുവോട് ദുആ ഇരന്നു. നിസ്കരിക്കുമ്പോൾ നമ്മൾ പറയാറുള്ളത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്നതാണ്. അതിന് പരിധി വെച്ചത് ഞങ്ങളല്ല, നിങ്ങളാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം വിധേയം, അങ്ങനെ അഭൗതികം മനുഷ്യ കഴിവിന് അതീതം വിധേയം എന്നൊക്കെ പറഞ്ഞ് തിരിയാത്ത ഭാഷയിലൂടെ പരിധി നിശ്ചയിച്ചുവെങ്കിൽ ഫിൽ ഉമൂരി കുല്ലിഹാ ഫൈദസ്തഅൻത വസ്തഇൻ ബില്ലാഹ്, എന്ത് ചോദിക്കുകയാണെങ്കിലും റബ്ബിനോട് ചോദിക്കണം. ഹത്താ യസ്അലുൽ മിൽഹ, ഉപ്പ് വരെ അല്ലാഹുവോട് ചോദിക്കണം. ഹത്താ സിസ്റാക ശസ്മന അലിഹി, ചെരിപ്പിന്റെ വാററ്റാൽ റബ്ബിനോട് ചോദിക്കണം. ഇത് പഠിച്ചവരാണ് സുന്നികൾ. അതുകൊണ്ട് തന്നെ അല്ലാഹുവോട് ചോദിക്കും, അല്ലാഹുവേ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിയാ, ഉപകാരപ്രദമായ ഇൽമു നൽകണം. വരിസ്ഖൻ ഹലാലൻ തയ്യിബാ, ഹലാലായ ഭക്ഷണം നൽകണം എന്ന് റബ്ബിനോട് ദുആ ഇരക്കും. എന്നിട്ടോ കാരണവുമായി ബന്ധപ്പെടും. ആ കാരണം ചോദ്യമാവാം, ആ കാരണം സമീപനമാവാം. ആ നിലയ്ക്ക് കാരണവുമായി ബന്ധപ്പെടലാണ് പ്രിയപ്പെട്ടവരെ നാം ഭക്ഷണം ചോദിക്കാറുള്ളത്, വെള്ളം ചോദിക്കാറുള്ളത്. അതുപോലെ അസാധാരണക്കാരാണോ മുഅ്ജിസത്ത് കൊണ്ടോ കറാമത്ത് കൊണ്ടോ സഹായം ചോദിക്കാറുള്ളത്? അത് മോശമാണോ? എടുത്തോ സഹീഹുൽ ബുഖാരിയിലില്ലേ ബാബു അലാമാത്തിൻ നുബുവ്വത്തി ഫിൽ ഇസ്ലാം എന്നൊരു അധ്യായമുണ്ട്. ആ സഹീഹുൽ ബുഖാരിയിൽ എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വജഹിഷന്നാസു നഹവാ, നബിന്റെ അടുക്കലേക്ക് വെള്ളം കിട്ടാൻ വേണ്ടി വന്നു. പൈപ്പില്ല, കുഴലില്ല, ഭൗതികമായ ഒന്നുമില്ല. വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ വിരലിന്റെ ഉള്ളിൽ കൂടെ വെള്ളം കൊടുത്തു. പ്രവാചകത്വത്തിന്റെ അടയാളം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ കാണാം, മിഹ്റാബിൽ വിശപ്പ് സഹിക്കവയ്യാതെ കമിഴ്ന്നു കിടന്നത്. പോരാ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ ബോധം കെട്ടത് കാണാം സഹീഹുൽ ബുഖാരിയിൽ. അതിന് നിവാരണമെന്നോളം ഒരു സെഞ്ചി കൊടുത്തു. ആ സെഞ്ചി കൊടുത്തപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എണ്ണി നോക്കരുത്, എണ്ണി നോക്കാതെ ഭക്ഷിച്ചോ. അവിടുന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കും, ഈത്തപ്പഴം കഴിക്കും നബി തങ്ങൾ കൊടുത്ത സഞ്ചിയിൽ നിന്ന്. അത് കഴിയാറില്ല. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോഴാണ് ബഹുമാനപ്പെട്ട നബി തങ്ങൾ കൊടുത്ത സഞ്ചി നഷ്ടപ്പെട്ടത്. അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ലിനാസി ഹമ്മും വലി ഫിൽ യൗമി ഹമ്മാനി ഹമ്മുൽ ജിറാബി വഹം മുശൈഖ് ഉസ്മാനി. ജനങ്ങൾക്കൊക്കെ ഒരൊറ്റ ടെൻഷനാണെങ്കിൽ എനിക്ക് രണ്ട് ടെൻഷനാണ്. ഒന്ന്, നബി തങ്ങൾ തന്ന സഞ്ചി നഷ്ടപ്പെട്ടു അല്ലേ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം ചോദിച്ചു. സലമത്തുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. വേറെ സഹാബികൾ ചോദിച്ചു, ഞാൻ വായനപ്പുറത്ത് വീഴാണ്, എന്താ ചെയ്യേണ്ടത് നബിയെ? ഒന്ന് കൊട്ടിക്കൊടുത്തു. ഇങ്ങനെയൊക്കെ സഹായം ചോദിച്ചത് സഹീഹുൽ ബുഖാരിയിൽ ഉണ്ട്. അപ്പൊ പറയാം, അത് നബിയുടെ ജീവിതകാലത്തല്ലേ, വഫാത്തിന് ശേഷം ശിർക്കല്ലേ? ഈ ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡം വഫാത്തായിട്ട് ആരാ പറഞ്ഞു? മരിച്ച ശിർക്ക്, ജീവിച്ച തൗഹീദ്. ഖുർആനിലുണ്ടോ അങ്ങനൊന്നും? ഹദീസിലുണ്ടോ അങ്ങനൊന്നും? ഇജ്മാഇലുണ്ടോ അങ്ങനൊന്നും? ഖിയാസിലുണ്ടോ അങ്ങനൊന്നും? റബ്ബാണ് സത്യം ഇല്ല.
തൗഹീദ് ശിർക്കിന്റെ മാനദണ്ഡം ജീവിച്ചിരിക്കലും മരിക്കലുമായി ഒരാളും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞതായിട്ട് കാണിക്കാനും കഴിയൂല. ഇവര് പല നിർവചനങ്ങളും പറയും. അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകമാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ 102-ാമത്തെ പേജിൽ പറഞ്ഞു, എന്നാൽ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തൽ ശിർക്ക. ഇങ്ങനെ മനുഷ്യ കഴിവിന് അതീതമായ വിഷയങ്ങളിൽ ഇങ്ങനെ ഒരു നിർവചനം ഖുർആനിലുണ്ട്, ഇങ്ങനെ ഒന്ന് ഹദീസിലുണ്ട്, ഇങ്ങനെ നീ ഇമാം പഠിപ്പിച്ചോ? ഇല്ല. അതുകൊണ്ട് മാറ്റേണ്ടി വന്നു. എന്തേ? മനുഷ്യ കഴിവിന് അതീതമായ വിഷയങ്ങളിൽ മരം വലിക്കാൻ ആനയെ വിളിക്കാറില്ല. അപ്പൊ അത് ശിർക്കാവേണ്ടി, അതുകൊണ്ട് അത് മാറ്റണം എന്ന് തീരുമാനിച്ചപ്പോ സക്കരിയ സലാഹി ആ വിഷയം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, എന്നാൽ ഈ സുല്ലമി പറയുന്നു, മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം തേടിയാലും ശിർക്കാണ്. അപ്പോ നമുക്ക് വലിയൊരു മരം വലിക്കണം, മനുഷ്യന്മാരെ കൊണ്ട് വലിച്ചാക്കാവൂല. അപ്പൊ നമ്മളൊരു ആനയെ കൊണ്ടുവന്നു, അതോടുകൂടി സുല്ലമിന്റെ കണക്കനുസരിച്ച് ശിർക്കായി. കാരണം മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ആനയോട് സഹായം തേടിയില്ലേ? അതുപോലെ തന്നെ ഒരു കളവ് തെളിയിക്കാൻ എല്ലാ നിലക്കും ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അപ്പോ CIയും SI ഒക്കെ കൂടി ഒരു പോലീസ് നായയെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ പോലീസ് നായയുടെ സഹായം തേടി മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യത്തിൽ അപ്പൊ ശിർക്കായി. എന്നാൽ അത് സുല്ലമി പഠിപ്പിച്ചതല്ല. നദ്വത്തുൽ മുജാഹിദീൻ 1988 പഠിപ്പിച്ചതാണ്. തലാഖ് ചൊല്ലണിന് മുമ്പുള്ള കുട്ടിയാണ്, എല്ലാവർക്കും ബാധകം. വളരെ വ്യക്തം. ഇത് പഠിപ്പിച്ചതിൽ നിന്ന് മാറ്റേണ്ടി വന്നു. എന്തേ? പിടിച്ച കൊമ്പുറപ്പുണ്ടായില്ല. 921 നബിദിനം കഴിക്കൽ സുന്നികൾക്ക് സുന്നത്ത്, 2011-ലും 13-ലും അങ്ങനെ തന്നെ. 921 സുന്നികൾ കൈകെട്ടിയത് നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ. നെഞ്ചിന്റെ മുകളിലേക്ക് ആരുമില്ല, പൊക്കിളിന്റെ അവിടെ കനഫികൾ കെട്ടിയാലും ഇല്ലേ? എന്നാലും മുജാഹിദുകൾക്ക് 950-ന്റെ മുമ്പ് നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിലായിരുന്നു കൈകെട്ടിയിരുന്നത്. 942-ലാണ് മാറ്റം വന്നത്. MCC മൗലവി എന്ന് പറയുന്ന മൗലവി കൈകെട്ടി എന്ന് പറഞ്ഞൊരു പുസ്തകം, മർഹൂം മണ്ടൂർ സദഖത്തുള്ള മുസ്ലിയാർ അതിന് മറുപടി എഴുതി കെട്ടിനൊരു കൊട്ട് എന്ന് പറഞ്ഞു. അപ്പൊ MCC വീണ്ടും അതിന് മറുപടി എഴുതി കൊട്ടിനൊരു ചൊട്ട് എന്ന് പറഞ്ഞു. അതിൽ വീണ്ടും തിരിച്ച് മറുപടി എഴുതി ചെട്ടിനൊരു തട്ട് എന്ന് പറഞ്ഞു. അതിൽ MCC വീണ്ടും എഴുതി തട്ടിനൊരു മുട്ടുകാരൻ. അപ്പൊ അവസാനം എഴുതി സദഖത്തുള്ള മുസ്ലിയാർ മുട്ടിനൊരു ചവിട്ടുകാരൻ. ചവിട്ടിയ പിന്നെ പൊന്തൂലല്ലോ അവിടെ. അങ്ങനെ പല വിവാദങ്ങളും 942 മുതലാണ് ഈ വിവാദം വന്നത്. എന്തിനു മാറ്റിയില്ല? സുബഹി നിസ്കാരത്തിലെ ഖുനൂത്ത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പഴയ കാലത്ത് എന്താ പഠിപ്പിച്ചത്? സുബഹി നിസ്കരിക്കുമ്പോൾ സുബഹി നിസ്കാരത്തിലെ ഖുനൂത്ത് വ്യഭിചാരത്തിനേക്കാൾ പുതിയ പാതകമാണ് എന്നല്ലേ ഇന്ന് പറയുന്നത്? നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ട് ആഘോഷിക്കുന്നവരെ അർദ്ധനൂറ്റാണ്ടിന്റെ പുറകോട്ട് പോകുന്ന സമയത്ത് ഉണ്ടായിരുന്ന പല ആചാരങ്ങളും മാറ്റിയിട്ടുണ്ട്. എന്തേ? പിടിച്ച കൊമ്പുറപ്പില്ലാതെ പോയി എന്നതാണ്. ഖുനൂത്തിനെ കുറിച്ച് നിങ്ങൾ നോക്കൂ, അവരുടെ നേതാവ് പഴയ കാലത്ത് പറഞ്ഞിരുന്ന വിഷയം പറയുന്നത്. ഇപ്പൊ ചിലപ്പോ ഇങ്ങനെ പഴയ അൽമുർഷിദിൽ പഴയ അമലിയാത്തിൽ സുബഹി നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് മുജാഹിദുകളുടെ ഇസ്ലാഹി പ്രസ്ഥാനക്കാരുടെ അമലിയാത്തല്ലേ, അവരുടെ പുസ്തകമല്ലേ, അവരുടെ ലേഖനമല്ലേ, അവരുടെ പത്രമല്ലേ ആണ്. അതിൽ ഖുനൂത്ത് ഓതാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ട്. എന്താ അത് സ്വീകരിക്കാത്തത്? അതിന് തെളിവില്ലാത്തത് കൊണ്ട്. ഇതാണ് 50 കൊല്ലം മുമ്പ്, 50 വർഷം മുമ്പ് എഴുതി വെച്ചതിന് തെളിവില്ല എന്നുള്ളത് 50 കൊല്ലങ്ങൾക്ക് ശേഷം ഇപ്പൊ പറയാം. ഇപ്പൊ പറയണതിന് തെളിവില്ല എന്ന് 50 കൊല്ലം കഴിഞ്ഞ് വേറൊരു മൗലവി പറഞ്ഞാല് ഇപ്പോഴുള്ള ആൾക്കാർ എടുക്കാൻ പോവുക. എന്തേ ഇങ്ങനെ വരാൻ കാരണം? നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ട് ആഘോഷിച്ചാൽ മതി. ഈ നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ടിന്റെ 1-ാമത്തെ ഭാഗം എടുത്തു നോക്കിയാൽ 1-ാം നൂറ്റാണ്ടിൽ നബിദിനം കഴിക്കൽ പുണ്യകർമ്മം, സുബൈക്ക് ഖുനൂത്ത് പുണ്യകർമ്മം, നിസ്കാരത്തിൽ കൈകെട്ടേണ്ട നെഞ്ചിന്റെയും മക്കളിന്റെയും ഇടയിൽ ഉറുക്കുകെട്ടൽ ജായിസ്. ഉറുക്കുകെട്ടൽ ജായിസായിരുന്നു. ഞാൻ വെറുതെ അറിയില്ല. KM മൗലവിയുടെ ഫത്വകൾ എന്ന് പറഞ്ഞ പുസ്തകം കിട്ടും. ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായി കാണാം
ഇപ്പോൾ ഉറുക്കുകെട്ടൽ 3 നിബന്ധനകളോടെ ജായിസാണ്. എപ്പോ നമ്മൾ കുടുങ്ങിയിട്ട് ആയിക്കോട്ടെ. എന്താണ് 3 നിബന്ധന? ഒന്നാമത് അറബി ഭാഷയിൽ ആവണം എന്നാണ്. ഖുതുബ വേണ്ട, ഉറുക്കാകണത്ര ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമല്ല. ഉറുക്കുകെട്ടൽ ജായിസാണെന്ന് KM മൗലവി, അന്നയാൾ നദുവത്തുൽ മുജാഹിദീന്റെ പ്രസിഡന്റാണ്. എന്നാൽ വൈസ് പ്രസിഡന്റായ ഉമർ മൗലവി പറയുന്നു അത് ശിർക്കാണ് എന്ന്. വൈസ് പ്രസിഡന്റായ ഉമർ മൗലവി പിന്നീട് കേരള നദുവത്തുൽ മുജാഹിദീന്റെ പ്രസിഡന്റായി. പ്രായം കൂടിയപ്പോ വീണ്ടും വൈസ് പ്രസിഡന്റായി. ലഫ്ലിന്റെ സിയാദത്ത് മഅനാന്റെ സിയാദത്തിന് മേൽ അറിയിക്കണം എന്നാണല്ലോ കിതാബിലുള്ളത്. ആ നിലക്ക് പല നിലക്കുള്ള പുരോഗതികൾ അവരാഭ്യന്തര പ്രശ്നമാണ്, നമ്മളിലേക്ക് ഇടപെടുന്നില്ല. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ ദീർഘിച്ച് സംസാരിക്കുന്നില്ല. ഈ നിലക്ക് ഒരുപാട് മാറ്റം വരുത്തുന്നു. അങ്ങനെ മാറ്റം വരുത്താൻ പറ്റുമോ? സക്കരിയ സലാഹി പറയുന്നുണ്ട് അങ്ങനെ മാറ്റം ഒന്നും വരുത്താൻ പറ്റൂല. അയാൾ പറയുന്നുണ്ട് മാറ്റരുത്. ഇത് ദീനിന്റെ കാര്യമാണ്. താൽക്കാലിക ലാഭത്തിനു വേണ്ടി രാഷ്ട്രീയക്കാരെ പ്രസംഗം പോലെ ഇന്ന് പറഞ്ഞ് നാളെ മാറ്റി പറയാ, നാളെ പറഞ്ഞ് മറ്റന്നാ മാറ്റി പറയുന്ന വിഷയമല്ല. ഇത് ദീനിന്റെ വിഷയമാണ്. മുമ്പ് എഴുതിയതൊക്കെ വിഴുങ്ങിക്കൊണ്ട് സാധാരണക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടി എന്തെങ്കിലും സംസാരിക്കരുത്. അതെ, മുമ്പിൽ എഴുതിയതൊക്കെ വിഴുങ്ങിക്കൊണ്ട് സാധാരണക്കാരെ കയ്യിലെടുക്കാൻ അങ്ങനെ മുതിരരുത്. മുമ്പിൽ എഴുതിയില്ലേ റബീഉൽ അവ്വൽ ഇദാ ആഗതമായിരിക്കുന്നു. ലോകൈക ഗുരുവായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളുടെ ജനനം കൊണ്ട് ആഹ്ലാദത്താൽ ചാഞ്ചാടുന്നു. എന്തേ മാറ്റിയത്? വിഴുങ്ങാൻ പാടില്ല. ഫർള് നിസ്കാര ശേഷം കൂട്ടുപ്രാർത്ഥന വേണം എന്ന് പറയുന്നു. എന്തേ മാറ്റിയത്? മാറ്റാൻ പാടില്ല. അങ്ങനെ പഴയ കാലത്തുനിന്ന് ഓരോ ആളുകൾ തോന്നിയത് ഇങ്ങനെ മാറ്റി. ആ മാറ്റിയതിൽപ്പെട്ടതാണ് ഇതുപോലെയുള്ള വിഷയങ്ങൾ. എന്നിട്ട് എവിടെ എത്തി? സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ വിമർശിക്കാൻ തുടങ്ങി. യഥാർത്ഥ മുസ്ലിം ബാലേട്ടനാണെന്നും അല്ലാത്തവരൊക്കെ മൊയ്തീൻ ശേഖരൻ വിളിച്ചാല് കാഫിറാണെന്ന് വരെ മൗലവിമാര് പറഞ്ഞു. അല്ലേ? ബാലുശ്ശേരി മൗലവി പറയുന്ന വിഷയം നോക്കൂ നിങ്ങൾ. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടൻ യഥാർത്ഥ മുസ്ലിമാണത്രേ. ഇവിടെ കൂടി ആർക്കെങ്കിലും ആ വാദമുണ്ടോ? മണ്ണാർക്കാട് കോടതിപ്പടിയിലൂടെ ബാലേട്ടൻ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെയാണ് ഒരു ബൈക്ക് ഇടച്ചിറങ്ങി ഇങ്ങനെ വരുന്നത്. അത് കണ്ടോടുകൂടെ ദൈവേ രക്ഷിക്കണേ എന്ന് പള്ളിക്കുന്നിനെ ബാലേട്ടൻ പറഞ്ഞു നിൽക്കുക. അപ്പൊ മുജാഹിദ് പണ്ഡിതനായ ഒരാള് വാ പള്ളിക്ക് പോകാ, സ്റ്റേഷന്റെ അടുത്തേക്ക് പോകാ, ചങ്ങലിരിക്ക് പോകാ, വാ വാ എന്ന് പറയാ. ഇല്ല, ഞാൻ അവിടേക്കില്ല. അല്ല, നിങ്ങൾ ദൈവം രക്ഷിക്കണേ എന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ കൂടിയിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കലല്ലേ അത്? ഒരാൾ മുസ്ലിം ആവാൻ ദൈവം രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകുമോ? ഷഹാദത്ത് കലിമ വിശ്വസിക്കണ്ടേ, പ്രഖ്യാപിക്കണ്ടേ, 2 കലിമത്ത് ഷഹാദത്ത് ഉച്ചരിക്കണ്ടേ? പിന്നെങ്ങനെ യഥാർത്ഥ മുസ്ലിം ആവുക? ഈ വാദവുമായി മുസ്ലിമീങ്ങൾക്ക് ബന്ധമുണ്ടോ പ്രിയപ്പെട്ടവരെ? മൊഹീദ്ദീൻ ശൈഖ് രക്ഷിക്കണേ എന്ന് പറയുമ്പോഴേക്ക് എങ്ങനെയാണ് മതത്തിൽ നിന്ന് പുറത്തു പോകുക? അള്ളാന്റെ ഏത് വിശേഷണത്തിലാ ശിർക്ക് വെച്ചത്? അള്ളാഹുവിന്റെ റസൂലെ സഹായിക്കണേ എന്ന് ഈ കുമരം ഈ പൊന്നാർക്കാട് വെച്ചിട്ടൊരാള് അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം ചോദിച്ചാൽ അള്ളാഹുവിന്റെ ഏത് വിശേഷണത്തിലാണ് പങ്കുചേർത്തത്? ശിർക്കാകണമെങ്കിൽ വേണല്ലോ. ശിർക്കാവണമെങ്കിൽ, മുശ്രിക്കാവണമെങ്കിൽ ഏതെങ്കിലും ഒരു സിഫത്തിൽ പങ്കുചേർക്കണ്ടേ? ഏത് സിഫത്തിലാണ്? വഫാത്തായവരെ വിളിക്കുക എന്നതാണോ? നിസ്കാരത്തിൽ അയ്യുഹൻ നബി വിളിച്ചിട്ടില്ലേ? വിളിക്കുന്നില്ലേ? നബി തങ്ങൾ വഫാത്തായപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വിളിച്ചില്ലേ? അപ്പോ നബി തങ്ങൾ വഫാത്തായവരെ വിളിക്കുക എന്നുള്ളതാണോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുശ്രിക്കാവേണ്ടി വരും, മുജാഹിദ് മുശ്രിക്കാവേണ്ടി വരും, ജമാഅത്ത് മുശ്രിക്കാവേണ്ടി വരും. കാരണം അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് വഫാത്തായ മുത്തുനബിയെ വിളിക്കുന്നുണ്ട് സഹാബത്തെ. അല്ല, അവര് കേൾക്കും എന്ന വിശ്വാസത്തിലാണോ? മുത്തുനബി കേൾക്കും എന്ന വിശ്വാസത്തിലാണോ? മാമി മുസല്ലിമി യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു റൂഹി. ഈ ഹദീസ് സഹീഹല്ല. നിങ്ങൾ ഇവിടുന്ന് സലാം പറഞ്ഞാൽ എനിക്ക് കിട്ടും. ദൂരപരിധിയില്ലാത്ത സലാം കേൾക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രത്യേകത എന്നാണ്. ആരെ പറഞ്ഞു? അള്ളാഹു മഹാന്മാർക്ക് കൊടുത്താൽ അവർക്ക് കേൾക്കാൻ കഴിയൂ. അള്ളാഹിന്റെ പ്രത്യേകത ദൂരത്തുള്ളത് മാത്രം കേൾക്കല, അടുത്തുള്ളത് ആലിമുൽ ഗൈബി വശഹാദത്തും അല്ലേ. അടുത്തുള്ളതും അള്ളാഹ് തന്നെ കേൾക്കുക. അപ്പൊ അടുത്തുള്ളത് കേൾക്കുന്ന പറഞ്ഞാൽ അള്ളാഹിന്റെ അടുത്തുള്ളത് കേൾക്കുക എന്നുള്ള പങ്ക് കേൾക്കലാവൂലേ? എന്താ മറ്റേത് മാത്രം പറയണത്? പൗതി കേൾക്കണത് എന്താ അങ്ങനെ? അപ്പൊ കേൾക്കും എന്ന് വിശ്വസിക്കലാണോ? എമിൽ ബുഖാരി ഇമാം മുശ്രിക്ക്, മറ്റുള്ളവര് മുശ്രിക്ക്, എല്ലാവരും ശിർക്കിലേക്ക് പെടുത്തി വരും. അതുമല്ല, വഫാത്തായവർ സഹായിക്കും എന്ന് വിശ്വസിക്കലാണോ തെറ്റ്? അതാണോ തെറ്റ്?
എങ്കിൽ വഫാത്തായ മൂസാ നബി അലൈഹി സ്വലാം 50 നിസ്കാരം 5 ചുരുക്കിയതല്ലേ മുജീൻ ജമീ സുന്നി ഒക്കെ നിസ്കരിക്കുന്നത്? എന്നാ പിന്നെ ഓലിക്ക് എന്താണ് മരിച്ചവരടുത്ത് ഒന്നും വേണ്ട, ശരി വേണ്ട, നിസ്കരിക്കാൻ മൗലവി എങ്ങടാ പോയത്? നിസ്കരിക്കാൻ പോയതാ, ഇപ്പൊ പോയതാ, എപ്പോഴോ കുറച്ച് കഴിഞ്ഞിട്ടും പോയതാ, ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടേ? എന്തേ? അപ്പൊ ഈ വിഷയത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എവിടെ ആഖില സഫരീകരണത്തിന് ഖബറിൽ പോയതാണോ തെറ്റ്? എങ്കിൽ മഹാന്മാരായ സഹാബത്ത് പോയത് ഇബ്നു തൈമിയ്യ പോലും ഉദ്ധരിച്ചില്ലേ, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചില്ലേ, മുസന്നഫിൽ ഉദ്ധരിച്ചില്ലേ, അസ്ഖലാനി സഹീഹാണെന്ന് പ്രഖ്യാപിച്ചില്ലേ? എത്രത്തോളം ഒരു മഹാന്റെ ചരിത്രത്തിൽ കാണാം, ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്ന കരാറിൽ അവസാനമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈപിടിച്ച സഹാബിയായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, ആ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഡമസ്കസിലെ ശാം യുദ്ധത്തിൽ വിജയിച്ച വിഷയം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ 8 ദിവസം കൊണ്ടാണ് വന്നതെങ്കിൽ തിരിച്ച് 8 ദിവസം കൊണ്ട് എത്തിയാൽ പോരാ, പെട്ടെന്ന് എത്തണം. അതിനെന്താ ചെയ്തത്? നബി തങ്ങളുടെ ഖബറിങ്ങൾ പോയി റെക്കമെന്റ് പറഞ്ഞു. 8 ദിവസം കൊണ്ട് വന്നവർ 2 ദിവസം കൊണ്ട് തിരിച്ചെത്തി. ഈ ചരിത്രത്തിന്റെ പകുതി ഉദ്ധരിച്ചു കേരള നേതൃത്വത്തിൽ മുജാഹിദ്. ഡമസ്കസ് വിജയത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് വലുതായിരുന്നു. വിജയവാർത്ത അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കാൻ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവെയാണ് സേനാനായകൻ അബൂ ഉബൈദത്ത് നിയോഗിച്ചത്. 8 ദിവസം, അതായത് ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ രാപ്പകലില്ലാതെ സഞ്ചരിച്ച അദ്ദേഹം മദീനയിലെത്തി. തിരിച്ച് എത്ര ദിവസം കൊണ്ട് എത്തി എന്നുള്ള ആ ചരിത്രം കട്ട് ചെയ്തു. നിങ്ങളെ കേൾക്കുന്നുണ്ടത്, വായിക്കുന്നുണ്ടത്, പഠിക്കും. കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട ബുക്കിറക്കി. എന്തേ 8 ദിവസം കൊണ്ട് പോയ ആള് 2 ദിവസം കൊണ്ട് മൊയ്ജിദത്ത് കൊണ്ട് സഹായിച്ചു, അല്ലെങ്കിൽ ഖബറിന് പോയി എന്നുള്ള വിവരം ഇത് ഉദ്ധരിച്ച കിതാബിൽ നിന്റെ പൗതി എടുത്തത്? ഇതെന്തിനെടുത്തു? ഇവിടെയാണ് സുന്നി നോൺ സുന്നി കിടക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. അവ പ്രമാണങ്ങൾ എന്താണ്, അവരെന്താണ് പറഞ്ഞത്, അത് സ്വീകരിക്കുക. മഹാന്മാരോട് സഹായം ചോദിക്കുക. ആ സഹായം ചോദിക്കുന്ന ഒരുപാട് പ്രമാണം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഇപ്പൊ യാ ഇബാദല്ലാഹി അഈനൂനി, ഇതാണ് വലിയൊരു പ്രശ്നം. ആ ഹദീസ് ഒരുപാട് മഹാന്മാർ ഉദ്ധരിച്ചു. അല്ലാഹുവിന്റെ ഔലിയാക്കളെ സഹായിക്കുന്ന അർത്ഥം. അത് ഉദ്ധരിച്ച ആൾക്കാരെ സക്കരിയ സലാഹി എന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇബ്നു സുന്നി മുതൽ ഒരുപാട് മഹാന്മാർ നിങ്ങൾ നോക്കൂ. അതാണ് ഇബ്നു സുന്നി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹത്തിന് അമലുൽ യൗമി വൽ ലൈല എന്ന ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മൃഗം ചാടിപ്പോയാൽ, നിങ്ങളെ വാഹന മൃഗം നിങ്ങൾക്ക് മരുഭൂമി നിങ്ങളെ കൈവിട്ട് ചാടിപ്പോയാൽ യാ ഇബാദല്ലാഹി ഇഹ്ബിസു, അല്ലാഹുവിന്റെ അടിമകളെ അതിനെ തടഞ്ഞു വെക്കൂ എന്ന് വിളിച്ചു പറയാൻ പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടും ദുർബലമാണ്. പക്ഷേ ഇബ്നു സുന്നി അദ്ദേഹത്തിന്റെ അമലുൽ യൗമി വൽ ലൈല എടുത്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ബൈഹഖി 458 5-ാം നൂറ്റാണ്ടിൽ മരിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ കിതാബുൽ ആദാബ് എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് എടുത്തു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയാണ്, മുസ്തഅമലുൻ ഇൻദ സാലിഹീന മിൻ അഹ്ലിൽ ഇൽമി, സാലിഹീങ്ങളായ പണ്ഡിതന്മാരുടെ അടുക്കൽ ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിലൊരു ശിർക്കില്ല. നബി പറഞ്ഞതായിട്ട് തെളിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ വിളിയിൽ എന്തില്ല, ഒരു പ്രാർത്ഥന ഇല്ല. അതുകൊണ്ട് സാലിഹീങ്ങളായ ആളുകൾ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തു പോയിട്ടുണ്ട്. അപ്പൊ സഹീഹാണെന്ന വിചാരത്തിലോ അല്ലെങ്കിൽ അത്ര വലിയ ദഈഫില്ല, അത് അദ്കാറിൽ കുഴപ്പമില്ല എന്ന നിലപാട് കൊണ്ടോ ആയിരിക്കാം അവരങ്ങനെ ചെയ്തത്. ഇതുപോലെ തന്നെ ഇബ്നു മുഫ്ലിഹുൽ മുഖദ്ദസി അദ്ദേഹത്തിന്റെ ആദാബ് ശറയ്യ എന്ന ഗ്രന്ഥത്തിൽ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ കലിമുത്ത് തയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ അദ്ദേഹത്തിന്റെ അൽ വാബിലുസ് തയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ തന്നെ ഇബ്നു മാലിക്കി പണ്ഡിതനായി, അങ്ങനെ കുറെ ഇമാമികളുടെ വിഷയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതെങ്കിലുമൊക്കെ ചോദ്യകർത്താക്കൾക്ക് സംശയ നിവാരണം വരുത്താനുള്ള, നമ്മൾ പറഞ്ഞ വിഷയങ്ങളിൽ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് കടന്നു വരാൻ അവസരമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവർക്കുള്ള അവസരമാണ് ഇനിയുള്ളത്. കൂടുതൽ നീട്ടി പറയുന്നില്ല. അതുകൊണ്ട് അവരോട് വരിക. വളരെ സന്തോഷകരമായി നമുക്ക് വിഷയങ്ങളൊക്കെ എല്ലാ നിലക്കും കൈകാര്യം ചെയ്യാം. അതുപോലെ സുന്നികൾക്കും ചോദിക്കാമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇങ്ങനെയുള്ള ഇമാമിങ്ങളൊക്കെ നിർവഹിച്ച ഒരു വിഷയമാണ് ഇസ്തിഗാസ. മുസ്തഅമലും ഇൻദ സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ അടുക്കലൊക്കെ ഉള്ള
ചർച്ചയുള്ള വിഷയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അത് ശിർക്കല്ല. നബി തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നി ലസ്തു അഖാഫു അലൈക്കും അൻ തുശ്രികു, സഹീഹുൽ ബുഖാരിയിലുള്ളതാ. നിങ്ങൾ ശിർക്ക് വെക്കുന്നതിനെ ഞാൻ ഭയപ്പെടുന്നില്ല, ശിർക്ക് വെക്കുന്നതിനെ ഞാൻ ഭയപ്പെടുന്നില്ല. പിന്നെ ഭയപ്പെടുന്നതോ വേറെ ഹദീസിൽ കാണാം, ഇനി യതഖവഫുകും റജുലൻ, ഞാൻ ഒരാളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ്, യഖ്റഉൽ ഖുർആൻ, ഒരു ഖുർആൻ ഇങ്ങനെ ഓതും, അങ്ങനെ ഖുർആൻ ക്ലാസ്സിനൊക്കെ പോകും, അത്താറു യബഹജതുഹു, അങ്ങനെ അതിന്റെ സ്വാധീനമൊക്കെ മനതലങ്ങളെ മതിക്കുന്ന സമയത്ത് ഓ ചിലപ്പോൾ മുജാഹിദിക്ക് പോകും, അല്ലെങ്കിൽ ജമാഅത്തിക്ക് പോകും, അല്ലെങ്കിൽ പുത്തൻ പ്രസ്ഥാനത്തേക്ക് പോകും, പലതിലേക്ക് പോകും. വറമാ ഇലാ ജാരിഹിൽ മുസ്ലിം ബിശ്ശിർക്ക്, അവന്റെ സത്യവിശ്വാസിയായ മുഅ്മിനിനെതിരെ ശിർക്ക് ആരോപണം നടത്തും. ശിർക്ക് ആരോപണമാണ് നബി തങ്ങൾ മുന്നറിയിപ്പ് നൽകിയത്, ശിർക്ക് വെക്കുന്നതിനെയല്ല. ഹദീസാണ്, ബുഖാരിയിലുണ്ട്, തബ്രാനിയിലുണ്ട്, ഇമാമുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖവാരിജി വിഭാഗത്തിന്റെ ഒക്കെ ലക്ഷണം അതാണ്. അതുകൊണ്ട് സുന്നികളും നോൺ സുന്നികളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തൗഹീദ് വിഷയത്തില്. അതിലാണല്ലോ ഒന്ന് കേടുപറ്റിയത്. അവസാനമായി KV അബ്ദുൽ ലത്തീഫ് മൗലവി ആ വിഷയം പറയുന്നതും കൂടി ഒന്ന് ഇട്ടുകൊടുക്കുക. ഇന്ന് പ്രശ്നം പറ്റിയത് എവിടെയാണ്? അത് തൗഹീദിലാണ് എന്നുള്ളതാണ്. അദ്ദേഹം പറയട്ടെ വിഷയം. അപ്പൊ ആദ്യം കേടുന്ന സ്ഥലം ഇസ്ലാഹി പ്രസ്ഥാനം നോക്കുമ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ തൗഹീദിലാണ് കേടുവന്നത്. അതെ, ആദ്യം കേട് പറ്റിയത് തൗഹീദിലാണ്. ആ കേട് ആരെ വരുത്തിയത്? ചെറിയ കുട്ടികൾക്ക് ഒരു കാറ് വാങ്ങിക്കൊടുത്ത ഒരു പൊളിക്കലുണ്ടല്ലോ, ഇതേപോലെ ഇവർക്ക് തൗഹീദ് കൊടുത്തപ്പോ തൗഹീദ് റുബൂബിയ്യ, ഉലൂഹിയ്യ, സിഫാത്തിയ്യ, ആയിയ്യ, ഈയ്യ എന്നിട്ട് അങ്ങോട്ട് കുട്ടികൾ കാറിന്റെ ചക്രമൊക്കെ അങ്ങോട്ട് നശിപ്പിച്ചതുപോലെ ഇവർ തൗഹീദിനെ രണ്ട് പിളർപ്പാക്കി. ഓരന്റെ തൗഹീദ് മാസികയിൽ എഴുതി തൗഹീദ് റുബൂബിയ്യ, ഉലൂഹിയ്യ എന്ന വിഭജനം അത് ഹിജ്റ 300 ശേഷം വന്നതാണ് എന്ന് 2004 ഓഗസ്റ്റ് ലക്കത്തിൽ വളരെ വ്യക്തമായി എഴുതി. അങ്ങനെ വിഷയം ഒരുപാട് പറയാനുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ വിഷയങ്ങളിൽ ആർക്കെങ്കിലും സംശയ നിവാരണം വരുത്താനുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് വരാവുന്നതാണ്. പ്രിയപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഉണ്ടെങ്കിൽ അവർക്കാണ് 1ാം സ്ഥാനമുള്ളത്. 2ാം സ്ഥാനം അവരിലെ സാധാരണ പ്രവർത്തകർക്ക്. 3ാം കോലിയിലും കുറച്ചു കാര്യം, ഇബരയിൽ കുറച്ചു കാര്യം, ഒന്നും കൂട്ടിയ വലിയൊന്ന് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാർക്കാണ് 3ാമത്തെ സ്ഥാനം. 4ാമത് സുന്നികളായ പ്രവർത്തകർക്ക് മുജാഹിദുകളിൽ നിന്ന് കേൾക്കുന്ന സംശയം, ആ സംശയങ്ങൾക്ക് നിവാരണം വരുത്താനുള്ള അവസരമാണ്. അതുകൊണ്ട് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തണമെന്ന് എല്ലാ ആളുകളോടും ഉണർത്തുന്നു. ഇനി നാളെ അവസരം നൽകിയില്ല, ഒരു ബയലാണ് നീട്ടിക്കൊണ്ടുപോയി കഴിച്ചിലായി എന്ന് പറയേണ്ട. ഇൻഷാ അള്ളാ 10 മണി വരെ പെർമിഷെങ്കിലും ഇൻഷാ അള്ളാ നമുക്ക് നീട്ടാൻ പറ്റുമെന്നുള്ളതും നോക്കാം. അള്ളാഹു തആല. പിന്നെ മൈക്കിനല്ലേ പെർമിറ്റിന്റെ പ്രശ്നമുള്ളൂ, നാവിന് ഏതായാലും പെർമിഷന്റെ പ്രശ്നമല്ലല്ലോ ഭൗതിക ലോകത്ത്. ഏതായിരുന്നാലും പ്രശ്നമല്ല, സംശയങ്ങൾ ചോദിക്കാം. കനപ്പെട്ട ഉസ്താദുമാർ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ, ഹിമ്മത്തും ഖുവ്വത്തും റാഹത്തും നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് ഈ മേഖലയുള്ളവരാണ്. പഴയ കാലത്ത് ഇപ്പോൾ ചങ്ങലേരി ഭാഗത്തൊക്കെ പ്രായം ചെന്ന മുജാഹിദീങ്ങൾ, പ്രത്യേകിച്ച് വലിയ വലിയ ആൾക്കാരുടെ അടുത്തൊക്കെ പോയാൽ അലിസ്താദിന്റെ പേര് കേട്ടാൽ ഉറക്കത്തിലടക്കം ഞെട്ടിച്ചാടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും മക്കളെ, സ്വന്തം മക്കളെ പൂത്തിനൊക്കെ വിളിക്കുന്ന ആൾക്കാർ അള്ളാഹു ഓർക്കും ഹിദായത്ത് കൊടുക്കട്ടെ. ഏതായിരുന്നാലും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കൽ വരാം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട CMS ഉസ്താദ്, അതുപോലെ യൂസുഫ് ഫൈസ് ഉസ്താദ്, നദവി ഉസ്താദ്, അങ്ങനെ ഒരുപാട് ഉസ്താദുമാർ ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് സംശയ നിവാരണം വരുത്താം. അവസരമാണ്, ചോദിക്കാം. സുന്നികൾക്ക് ചോദിക്കാം, അല്ലാത്തവർക്ക് ചോദിക്കാം. സുന്നികൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് മറ്റൊരു വന്നാൽ വെള്ളം കണ്ട തയമം ബാത്തിലായി എന്ന് പറഞ്ഞ പോലെ മൈക്ക് ഊരിക്കെന്താവണം, കൈമാറണം എന്നും പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പഠിക്കാനും പകർത്താനും നമുക്ക് തൗഫീഖും സാഹചര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.